നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈ വരുന്ന ആഴ്ചയിൽ നടക്കുന്ന BFO എക്സാം, അതുപോലെ തന്നെ ഡിസംബർ മാസത്തിലും ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും ഒക്കെയായി നടക്കുന്ന വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് 2025 കേരള PSC ആവർത്തിച്ച ചില ചോദ്യങ്ങളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും റിവിഷൻസുമാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ഭാഗത്ത് മലയാളം, കല, സാഹിത്യം, കായികം, സാംസ്കാരികം എന്നീ മേഖലയിൽ നിന്നും PSC ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉറപ്പായും ഇത് നിങ്ങളുടെ എക്സാമിന് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഈ ഒരു സെക്ഷൻ. അധിക മുഖവുരകളോ ഒന്നും തന്നെ ഇല്ല. നന്നായി പഠിക്കുക, നന്നായി വായിക്കുക, ശ്രദ്ധയോടുകൂടി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. ശരി, ഇവിടെ 2025 119 പേർ 2025 PSC ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നും ഞാൻ തുടങ്ങി വരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: ഈയിടെ വാർത്തകളിൽ വന്ന ബുദ്ധമത കലാരൂപം സോർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിശ്ചിത ഗ്രിഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഡ്രോയിങ്ങും കളറിങ്ങും ഒരു മാറ്റവുമില്ലാതെ ലിഖിത നിയമങ്ങൾ പാലിക്കണം. ചോദ്യം ഒന്നുകൂടെ: ഈയിടെ വാർത്തകളിൽ വന്ന ബുദ്ധമത കലാരൂപം സോർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നിശ്ചിത ഗ്രിഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഡ്രോയിങ്ങും കളറിങ്ങും ഒരു മാറ്റവുമില്ലാതെ ലിഖിത നിയമങ്ങൾ പാലിക്കണം. ഇത് ഒരു തരത്തിലുള്ള ചിത്രരചന രീതിയെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു. സത്യത്തിൽ ഈ ചോദ്യം അന്ന് പലർക്കും അത്ര കണ്ട് മനസ്സിലായില്ല എന്നതാണ് സത്യം. എന്നാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC നിരന്തരമായി ചോദിക്കുന്നുണ്ട്. മക്കളെ, ചോദ്യം ഒന്നല്ല 2 തവണ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉത്തരത്തിലേക്ക് വരിക. ഓപ്ഷൻ എയിൽ മധുബാനിയുണ്ട്, ഓപ്ഷൻ ബിയിൽ തങ്കയുണ്ട്, ഓപ്ഷൻ സിയിൽ പട്ടചിത്രയുണ്ട്, ഓപ്ഷൻ ഡിയിൽ കലങ്കാരിയുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ നിലനിൽക്കുന്ന തനത് ചിത്രരചന ശൈലികൾ ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെട്ടു വരികയാണ്. അതിൽ ആദ്യത്തേത് വാർലി ചിത്രമാണ്. വാർലി ചിത്രം മഹാരാഷ്ട്രയിലെ വാർലി ഗോത്ര ജനതയ്ക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണിത്, ഒരു ചിത്രരചന രീതിയാണിത്. ജീവിത രീതി, കൃഷി, പരിസരം, ആഘോഷങ്ങൾ തുടങ്ങിയവ മൺചുമരുകളിൽ അരിമാവ് ഉപയോഗിച്ചാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ വാർലി ചിത്രങ്ങൾ മഹാരാഷ്ട്രയിലാണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് വാർലി ഗോത്ര ജനതയ്ക്കിടയിൽ പ്രചാരത്തിലുണ്ട്. ഇനി ഭീൽ എന്ന ചിത്രരചനാ രീതി നോക്കി വെക്കുക. ഭീൽ എന്ന ചിത്രരചനാ രീതി, ഭീൽ മധ്യപ്രദേശിലെ ഭീൽ ഗോത്ര ജനതയുടെ ജീവിത രീതിയുടെ ഭാഗമാണ് ഭീൽ ചിത്രങ്ങൾ. ഒന്നുകൂടെ, മധ്യപ്രദേശിലെ ഭീൽ ഗോത്ര ജനതയുടെ ജീവിത രീതിയുടെ ഭാഗമാണ് ഭീൽ ചിത്രങ്ങൾ. പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ഉപയോഗിച്ച് തറകളിലും ചുമരുകളിലുമാണ് ഇവ വരയ്ക്കുന്നത്. മക്കളെ, ക്ലിയർ അല്ലടാ? ഇത് ഓർത്തു വെക്കാലോ. എങ്കിലെടുത്തത് ഗോണ്ട. ഗോണ്ട മധ്യപ്രദേശിലെ ഗോൺ ജനതയിൽ ഉത്ഭവിച്ച പരമ്പരാഗത ഗോത്ര കലാരൂപമാണ്. ഇവിടെ കട്ടിയേറിയ വരകൾ, തിളക്കമുള്ള നിറങ്ങൾ, സങ്കീർണമായ ഡിസൈനുകൾ എന്നിവയാൽ ജനപ്രിയമായ വർണ്ണങ്ങൾ, പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് രചിച്ചിരിക്കുന്നത്. എന്നാൽ അടുത്ത് വരുന്നത് പട്ടചിത്രയാണ്. പട്ടചിത്ര ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും പ്രചാരത്തിലുള്ള ഒരു ചിത്രരചനാ രീതിയാണ്. ഓക്കെ അല്ലടാ? അപ്പൊ ഇത് ഒന്ന് വായിച്ചു വെച്ചോണം, ഓർത്തു വെക്കുക. പട്ടചിത്ര ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും. ഇതിനടുത്തത് മധുബാനി. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു പോയിന്റ് ആണ് മധുബാനി. ബീഹാറിലെ മിഥിലയിൽ വ്യത്യസ്തമായ രചനാ ശൈലിയിൽ സ്ത്രീകൾ രചിച്ചിരിക്കുന്ന ഒരു ചിത്രരചനാ രീതിയാണ് മധുബാനി. ഇതിനെ മിഥിലാ ചിത്രങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ PSC പലപ്പോഴും ചോദിക്കാറുണ്ട് മിഥിലാ ചിത്രങ്ങൾ എന്നറിയപ്പെടുന്ന ചിത്രരചനാ രീതി ഏത് എന്നുള്ളത്. അത് മധുബാനിയാണ്. ഓക്കെ അല്ലെ? മധുബാനിയാണ്. ഇത് ബീഹാറിലാണ് കാണുന്നത്. ദെൻ താങ്ക. താങ്ക നമ്മുടെ ചോദ്യപേപ്പറിൽ തങ്ക എന്ന് കണ്ടില്ലേ? തങ്ക 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 എന്ന് കണ്ടത് ഈ ചോദ്യമാണ്. തങ്ക ഒന്ന് ശ്രദ്ധിച്ചേ. തിബറ്റൻ ബുദ്ധിസത്തിന് പ്രചാരമുള്ള മംഗോളിയ, ലഡാക്ക്, സിക്കിം, അരുണാചൽ പ്രദേശ്, ചില ഹിമാലയൻ പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ നിലനിൽക്കുന്ന ചിത്രരചനാ രീതിയാണ് താങ്ക. താങ്ക കോട്ടൺ, സിൽക്ക് എന്നീ തുണികളിൽ പ്രകൃതിദത്തമായ ചായങ്ങളും സ്വർണ്ണപ്പെട്ടികളും ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണപ്പൊടികളും ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗത താങ്ക ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. ഓക്കെ അല്ലെ? അപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്, ബുദ്ധമത കലാരൂപം എന്ന് പറയുന്നുണ്ട്. സോ ഉത്തരം നമുക്ക് താങ്കയാണ് വരുന്നത്. താങ്ക. കണ്ടോ എന്തുമാത്രം നല്ല ചോദ്യങ്ങളാണ് PSC ചോദിക്കുന്നത് എന്നുള്ളത്. കൂട്ടത്തിലേക്ക് ഞാൻ കാംഗ്ര കൂടെ തരികയാണ്. കാംഗ്ര ഹിമാചൽ പ്രദേശിൽ 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പ്രചാരത്തിൽ വന്ന ചിത്രരചനാ ശൈലിയാണ് കാംഗ്ര. സൂക്ഷ്മ വിശദാംശങ്ങളോടെ രചിക്കപ്പെടുന്ന കാംഗ്ര ചിത്രങ്ങൾ അതിന്റെ പ്രയോഗത്തിന്റെ മികവ് പുലർത്തുന്നുണ്ട്. അപ്പോൾ കാംഗ്ര ഹിമാചൽ പ്രദേശിലാണ് എന്ന് ഓർത്തു വെക്കാം.
അപ്പോ ഈ ചിത്രരചനാ രീതികൾ ഉറപ്പായും PSC ചോദിക്കുന്നുണ്ട് കേട്ടോ. മധുബാനി, പട്ടചിത്ര, കലങ്കാരി ഒക്കെ തന്നെ ഇവിടെ PSC ചോദ്യമായി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ഈ ഒരു ഭാഗം പഠിച്ചു വെക്കുക. ഉറപ്പായും നമ്മുടെ പരീക്ഷകളിൽ ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കേണ്ടതാണ്. എന്നാൽ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ഇത് ഇത് ഈ 32/25 PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ഈ ചോദ്യം എടുക്കാമെന്ന് കരുതിയത് വളരെ രസകരമായിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് ശേഷം PSC രസകരമായ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പൊ നമുക്ക് തോന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കുന്നില്ലേ? ഇല്ല, ഇവ നിരന്തരമായി PSC ചോദിക്കുന്നുണ്ട്. നമ്മുടെ സിലബസിൽ കടങ്കഥ എന്നൊരു ഭാഗം ഇല്ല നിലവിൽ പഠിക്കാനായിട്ട്. എന്നിരുന്നാലും PSC ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് ഒരു VFAയുടെ ചോദ്യപേപ്പറാണ് അല്ലെ? BAയുടെ ചോദ്യപേപ്പറാണ്. ഈ അടുത്ത 32/2025 വന്ന ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ചേ. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. ഇതൊരു കടങ്കഥയാണ്. കടങ്കഥ എന്താണ്? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. എന്താ ഉത്തരം? എന്തായിരുന്നു? ഓക്കെ, കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്നാ. ഓപ്ഷനിൽ കുതിരയുണ്ട്, ചന്ദ്രനുണ്ട്, നിലാവുണ്ട്, തെങ്ങുണ്ട് അല്ലെ? നമുക്കറിയാം അത് തെങ്ങാണ്. തെങ്ങ് അല്ലെ? തെങ്ങ് അതിന്റെ തേങ്ങയും കൂടെ വരുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് ആ ഒരു കടങ്കഥ വരുന്നത്. നല്ലൊരു കടങ്കഥയല്ലേ? ജസ്റ്റ് കണ്ടപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നി തന്നൂന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കടങ്കഥകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. PSC ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇപ്പൊ ചോദിക്കുന്നുണ്ട്. സോ മസ്റ്റ് വയ്ക്കുക. ഇപ്പോഴെന്നല്ല കേട്ടോ, മുന്നേ മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് അധികം കാണുന്നില്ലായിരുന്നു. നമ്മുടെ സിലബസിൽ നിന്ന് ഡയറക്റ്റ് പറയാൻ വന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഓക്കെ, ശരി. എന്നാലും ഞാൻ അടുത്ത് കൊണ്ടുപോകുന്നതാ ഇതും ഈ അടുത്ത്, അതായത് 53/25 PSC ചോദിച്ച 25 ഏറ്റവും മനോഹരമായ ഒരു ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നത് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? അപ്പൊ മലയാള ഭാഗത്ത് നിന്നാണ് ചോദ്യം. ഇവിടെ വിപരീത പദമാണ് വിഷയം. വിപരീത പദം. ഓപ്ഷൻ എയിൽ ജംഗമത്തിന്റെ വിപരീതമായി സ്ഥാവരം കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റ് ആണ്. ജംഗമം സ്ഥാവരം തന്നെയാണ്. പക്ക. അപ്പൊ ആ ഉത്തരം കറക്റ്റ് ആണ്. ജംഗമം സ്ഥാവരം തന്നെയാണ്. വൃഷ്ടി വിപരീത പദം അല്ലെ? ഇതൊക്കെ വിപരീതമാണ്. അപ്പൊ ഇൻഡു ഇട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അല്ലെ? അപ്പോ ഇവിടെ കറക്റ്റ് ആണ്. വൃഷ്ടി അതിന്റെ വിപരീതം എന്ത് തന്നെയാണ്? സമഷ്ടിയാണ്. സോ ഉത്തരം കറക്റ്റ് ആണ്. വൃഷ്ടി സമഷ്ടിയാണ്. ഇനി ഖണ്ഡനം, മണ്ഡനം അല്ലെ? അതെ, ഖണ്ഡനവും മണ്ഡനവും, മണ്ഡന വിമർശനം, ഖണ്ഡന വിമർശനം നമ്മൾ പണ്ടേ പറയുന്നതാണ് അല്ലെ? അതും കറക്റ്റ് തന്നെയാണ്. ഉഗ്രം, അത്യുഗ്രം അതാണ് തെറ്റായത്. ഉഗ്രത്തിന്റെ വിപരീതമായി വരേണ്ടത്, ഉഗ്രത്തിന്റെ വിപരീതമായി വരേണ്ടതാണ് അത്യുഗ്രമല്ല, മറിച്ച് ശാന്തമാണ് അല്ലെ? ശാന്തമാണ്. അവിടെയാണ് ചഞ്ചലം, അചഞ്ചലം പോലുള്ള പദങ്ങൾ ഓർത്തു വെക്കേണ്ടത്. അചഞ്ചലം, അചഞ്ചലം അല്ലെ? അചഞ്ചലം. വികാസം, സങ്കോചം പോലുള്ള വാക്കുകൾ അല്ലെ? വികാസം, സങ്കോചം പോലുള്ള വാക്കുകൾ. ഋണം, ഋണം, അനിർണം പോലുള്ള വാക്കുകൾ, അനിർണം പോലുള്ള വാക്കുകൾ അല്ലെ? ഋണം എന്നാൽ കടം എന്നർത്ഥം. അനിർണം എന്താണ്? കടമില്ലാത്ത അവസ്ഥ എന്നർത്ഥം അല്ലെ? ഇനി ഓർത്തു വെക്കുക ഋജു എന്ന പദം. ഋജു, ഋജു. വക്രം, വക്രം, വക്രം അല്ലെ? അപ്പൊ ഇതൊക്കെ സ്ഥിരമായി PSC ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഒന്ന് നോക്കിയേ. അത്ര എന്ന പദത്തിന്റെ വിപരീത പദമാണ് തത്ര എന്നുള്ളത്. ഓർത്തു വെക്കുക, PSC പലപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. അത്ര എന്ന പദത്തിന്റെ വിപരീത പദമാണ് തത്ര. അണിയം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അമരം. അണിയം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? അമരമാണ്. ഇനി അഗ്രജൻ എന്ന പദത്തിന്റെ വിപരീതമാണ് അവരജൻ. അഗ്രജൻ ജ്യേഷ്ഠനാണ്. അത് പ്രീവിയസ് ചോദ്യം കൂടിയാണ്. ആ പദത്തിന്റെ അർത്ഥവും PSC ചോദിച്ചിട്ടുണ്ട്. അഗ്രജൻ, ജ്യേഷ്ഠൻ. അഗ്രത്തിൽ ജനിച്ചവൻ എന്ന് ഓർത്തു വെച്ചാൽ മതി. അഗ്രജൻ ജ്യേഷ്ഠനാണ്. വിപരീത പദം അവരജൻ. ഇനി അനുഗ്രഹം എന്ന പദത്തിന്റെ വിപരീതമാണ് നിഗ്രഹം എന്നത്. അനുഗ്രഹത്തിന്റെ വിപരീതം എന്താണ്? നിഗ്രഹം എന്നാണ്. ഓർത്തു വെക്കുക. അനുഗ്രഹം എന്ന പദത്തിന്റെ വിപരീത പദമാണ് നിഗ്രഹം എന്ന പദം. ഉച്ചം എന്ന പദത്തിന്റെ വിപരീതമാണ് നീചം എന്ന പദം. ഉച്ച നീചത്വങ്ങൾ എന്നോർത്താൽ മതി അല്ലെ? ഉച്ചം എന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? നീചം എന്നതാണ്. ഖണ്ഡം എന്ന പദത്തിന് അഖണ്ഡം എന്നതാണ് വിപരീത പദം. അഖണ്ഡ അല്ലെ? ഒരു അഖണ്ഡ, നമ്മുടെ ബാലയുടെ ഒരു അഖണ്ഡ വരുന്നുണ്ട്. അത് നോക്കണ്ട. ഓക്കെ, അതല്ല എന്റെ പോയിന്റ്. ഇവിടെ ഖണ്ഡം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? അഖണ്ഡം എന്നതാണ്. ഇനി ഉത്തരം എന്ന പദത്തിന് ദക്ഷിണം എന്നൊരു വിപരീതമുണ്ട്. ചോദ്യം എന്നൊരു വിപരീതമുണ്ട്. തെറ്റില്ല. ഇവിടെ ഉത്തരം ദക്ഷിണമാണ്. ദക്ഷിണം. ഇനി ഗ്രാമ്യം എന്ന പദത്തിന്റെ വിപരീതമാണ് സഭ്യം. സഭ്യം, സഭ്യം. ഈ അടുത്ത PSC ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. സഭ്യം എന്നത് എന്തിന്റെ ഒറ്റ പദമാണ് എന്നുള്ളത്. സഭ്യം എന്നാൽ സഭയിൽ പറയാവുന്നത്. മക്കളെ പഠിച്ചു വെച്ചോണം. സഭയിൽ പറയാവുന്നത്, പറയാവുന്നത്. സഭയിൽ പറയാവുന്നത് സഭ്യം. സഭയിൽ പറയാവുന്നത് സഭ്യം. എന്നാൽ സഭയിൽ പറയാൻ പറ്റാത്തത് എന്താ? അസഭ്യമാണ് അല്ലെ? അസഭ്യം, അസഭ്യം. സഭയിൽ പറയാൻ പറ്റാത്തത് എന്താ? അസഭ്യം. ക്ലിയർ അല്ലേ? അപ്പൊ ഓർത്തു വെക്കുക സഭ്യം, അസഭ്യം എന്നീ വാക്കുകൾ. അവിടെ ഗ്രാമ്യം എന്ന പദത്തിന്റെ വിപരീതമാണ് സഭ്യം എന്ന പദം. ഇനി ചുതം. ചുതം
നശിക്കുന്നത്, അച്യുതം നശിക്കാത്തത്, അല്ലെ? ച്യുതം എന്ന പദത്തിന്റെ വിപരീതം അച്യുതം എന്ന പദമാണ്. ച്യുതം എന്ന പദത്തിന്റെ വിപരീതം എന്താ? ച്യുതം, ച്യുതം. എങ്കിൽ ജംഗമം എന്ന പദം മക്കളെ നോക്കി വെച്ചേ. ജംഗമം എന്ന പദത്തിന്റെ വിപരീതമാണ് സ്ഥാവരം എന്ന പദം. ജംഗമം, സ്ഥാവരം. പണ്ട് നമ്മുടെ രാജമാണിക്യം പറഞ്ഞതുപോലെ എഴുതി വായന സ്ഥാവര ജംഗമം എല്ലാം, അല്ലെ? അപ്പൊ സ്ഥാവരം, ജംഗമം അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. വൃഷ്ടി എന്ന പദം ചോദിക്കാറുണ്ട്. വൃഷ്ടി, അല്ലെ? വൃഷ്ടി ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൃദ്ധി, വൃദ്ധി. വൃദ്ധിയുടെ വിപരീതമാണ് ക്ഷയം, വൃദ്ധിക്ഷയം. ചന്ദ്രന്റെ വൃദ്ധിക്ഷയം എന്ന് ഓർത്താൽ മതി, അല്ലെ? ഇനി പരകീയം, സ്വകീയം. പരകീയം, സ്വകീയം. കിഞ്ചിജ്ഞൻ എന്ന പദത്തിന്റെ വിപരീതം സർവജ്ഞൻ എന്ന. മക്കളെ കിഞ്ചിജ്ഞൻ എന്നാൽ അറിവില്ലാത്തവൻ എന്നർത്ഥോടാ. കിഞ്ചിജ്ഞൻ എന്നാൽ എന്താണ്? അറിവില്ലാത്തവൻ എന്നർത്ഥം. സർവജ്ഞൻ അറിവുള്ളവൻ എന്നർത്ഥം, അല്ലെ? ഇനി ഉദ്ഗ്രഥനം വിപരീതമാണ് അപഗ്രഥനം. ഉദ്ഗ്രഥനം വിപരീതം എന്താ? അപഗ്രഥനം. ഉദ്ഗ്രഥനം, അപഗ്രഥനം. ഉന്മീലനം വിപരീതമാണ് നിമീലനം. ഉന്മീലനം വിപരീതം എന്താ? നിമീലനം എന്നതാണ്. ഉപേദം എന്ന പദത്തിന്റെ വിപരീതമാണ് അഭേദം എന്നത്. ഉപേദം വിപരീതം എന്താ? അഭേദം. ഉപേദം വിപരീതം, അത് അഭേദമാണ്. ഇനി ഓജമാണെങ്കിൽ യുഗ്മമാണ്. ഒറ്റ, ഇരട്ട ഒക്കെ പറയൂലേ, അതുപോലെയാണ് ഒറ്റ, ഇരട്ട, ഇതുപോലത്തെയാണ്. ഓക്കെ, അപ്പോ ഓജം യുഗ്മമാണ്. കൃപണൻ, ഉദാരൻ. കൃപണൻ പിശുക്കൻ എന്നർത്ഥം. കൃപണൻ, കൃപണൻ. കൃപണൻ എന്ന വാക്കിന് പിശുക്കൻ, 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 അല്ലെ? പിശുക്കൻ. ഇനി പ്രാചി വിപരീതമാണ് പ്രതീജി. പ്രാചി വിപരീതം എന്താ? പ്രതീജി. അപ്പൊ ഇതൊക്കെ ഈ അടുത്ത കാലത്ത് PSC ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ്, ഒരു പ്രയാസമല്ല, ടെൻഷൻ ഒന്നും വേണ്ട. കൂളായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇവിടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് വീണ്ടും നമ്മൾ സാംസ്കാരിക മേഖലയിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഒന്നുകൂടെ ചോദ്യം, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. നമുക്കറിയാം കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷനിൽ അടൂർ ഗോപാലകൃഷ്ണനും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും കരിവള്ളൂർ മുരളിയും ഒക്കെ ഉണ്ട്, അല്ലെ? നമുക്കറിയാം കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്ന മട്ടന്നൂരാണ്. കേരള സംഗീത നാടക അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി. ഇത് മസ്റ്റ് ആയിട്ട് ഈ ഭാഗമൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചോണം. നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഓർത്ത് വെച്ചേ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ തന്നെ വ്യക്തമായി നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത്, അത് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസും പോളുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളും മറ്റു കണ്ടന്റ്സും ഒക്കെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ കൂടെ ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ അവൈലബിൾ ആണ്, ഒന്ന് ജസ്റ്റ് നോക്കിക്കോളാം. ഇനി ഇവിടെ കേരള സംഗീത നാടക അക്കാദമി, നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമാകുന്നത് തന്നെ 1958-ലാണ്. 1958. സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെമ്പുക്കാവിലാണ്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ ചെമ്പുക്കാവ്. തൃശ്ശൂർ നമുക്ക് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂര്. ആ തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവ്, ഈ ചെമ്പുക്കാവിൽ തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ജോസ് മുണ്ടശ്ശേരി മാഷിന്റെ സ്മാരകമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആ ചെമ്പുക്കാവിലാണ്. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് മങ്കുത്തമ്പുരാനാണ്. മങ്കുത്തമ്പുരാൻ, അല്ലെ? മങ്കുത്തമ്പുരാൻ ഓർത്തു വെച്ചോണം. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം PSC ചോദിക്കാറുണ്ട്. കേളിയാണ് അവരുടെ പ്രസിദ്ധീകരണം ഏതാ? കേളി. ഓർത്തു വെക്കാൻ. നിലവിൽ അവരുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ്. ചെണ്ട എന്ന വാദ്യോപകരണത്തെ ഫ്യൂഷൻ മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തതിൽ വളരെ വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. ഓക്കെ അല്ലെ? ഇനി അവിടെ ഒരു കാര്യം ഓർത്തു വെക്കുക. ഞാൻ മാരാർ എന്ന പദം പറഞ്ഞു, അല്ലെ? മാരാർ. ഈ മാരാർ എന്ന പദം ഒരു പൂജക ബഹുവചന ശബ്ദം കൂടിയാണ്. പൂജക ബഹുവചനം. ഏകവചന ശബ്ദങ്ങളിൽ ബഹുവചന സൂചകമായി, അതായത് ആദര സൂചകമായി ബഹുവചന പ്രത്യയങ്ങൾ ചേർത്തുപയോഗിക്കുന്നതിനെ പൂജക ബഹുവചനം എന്ന് പറയും. ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാന സൂചകമായി പൂജക ശബ്ദങ്ങൾ ചേർത്ത് പ്രയോഗിക്കുന്നതിനെ പൂജക ബഹുവചനം എന്ന് പറയും. ഓർത്തു വെക്കുക. ഗുരുക്കൾ, ഗുരുക്കൾ, ഗുരുക്കൾ. സ്വാമികൾ, സ്വാമികൾ, സ്വാമികൾ. വൈദ്യർ, വൈദ്യർ. വാദ്യാർ, വാദ്യാർ, വാദ്യാർ. അതുപോലെ തന്നെ എന്താണ്? ശാസ്ത്രികൾ, ശാസ്ത്രികൾ, ശാസ്ത്രികൾ എന്നീ പദങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവയൊക്കെ തന്നെ ഇതിന് ഉദാഹരണമാണ്. സോ മസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനെ നമ്മൾ പറഞ്ഞു. അതാരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ്. എങ്കിൽ എന്റെ ചോദ്യം, കേരള
സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ സച്ചിദാനന്ദ മാഷ് തന്നെയാണ്, മാറിയിട്ടില്ല. ഓക്കെ അല്ലെ. കേരള ലളിതകലാ അക്കാദമി ആണെങ്കിൽ മുരളി ചീരോത്ത, മുരളി ചീരോത്ത, ചീരോത്ത, ചീരോത്ത. കേരള മുരളി ചീരോത്ത്. എന്നാൽ ഓർത്തു വെക്കുക, സാഹിത്യ അക്കാദമി ആരാണ്? സച്ചിദാനന്ദ മാഷാണ്. സച്ചിദാനന്ദൻ അല്ലെ, സച്ചിദാനന്ദൻ. ഓക്കെ, കെ സച്ചിദാനന്ദൻ, പി അല്ല കെ ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഓർത്തു വെക്കുക, കേരള കലാമണ്ഡലം നിലവിൽ ചാൻസലർ ആണ്, അത് മല്ലിക സാരാഭായ്, മല്ലിക സാരാഭായ്. ഓക്കെ അല്ലെ. ഇനി അവിടുത്തെ വി സി ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, അനന്തകൃഷ്ണൻ. ഓക്കെ അല്ലെ മക്കളെ, ഓർത്തു വെക്കാം. അങ്ങനെയാണെങ്കിൽ കേരള ഫോക്ലോർ അക്കാദമി, അത് ഒ എസ് ഉണ്ണികൃഷ്ണൻ, കേരള ഫോക്ലോർ അക്കാദമി ഒ എസ് ഉണ്ണികൃഷ്ണൻ. ഓക്കെ അല്ലടാ, അതിൽ ഓർത്തു വെക്കുക മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമിയാണ്. ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവാണ്. സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവാണ്. അതുപോലെ എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം എവിടെയാണ്? ചെറുതുരുത്തിയിൽ അല്ലെ. ശരി, പക്ക. ഇനി ഡോക്ടർ ബി അനന്തകൃഷ്ണൻ നമ്മൾ പറഞ്ഞു, അവിടുത്തെ വി സി ആണ്. ഒ എസ് ഉണ്ണികൃഷ്ണൻ എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമി. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. അവരുടെ മാസികയാണ് പൊലി. പി എസ് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. അവരുടെ മാസിക ഏതാ? പൊലിയാണ്. മക്കളെ, നമ്മൾ ഓൾറെഡി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമം കണ്ടന്റ്, നമുക്ക് സമയം വളരെ കുറവാണ്. സോ മാക്സിമം കണ്ടന്റ് ഇതിന്റെ ഇടയിൽ പറഞ്ഞു പോകുന്നതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് അധികം ഉപദേശങ്ങളിലേക്കൊന്നും പോകാത്തത് കേട്ടോ. ശരി മക്കളെ, പൊളിയായിട്ട് പഠിക്കുക. എക്സാം നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും, വേറെ ടെൻഷൻ വേണം. ഓക്കെ, ശരി, മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഒ എസ് ഉണ്ണികൃഷ്ണൻ, ആ പേര് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഈ പറയും പോലെ തന്നെ കേരള എന്താണ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള ചലച്ചിത്ര അക്കാദമി ഇത് പുതിയ അധ്യക്ഷൻ വന്ന് ഉറപ്പായിട്ട് അത് ചോദിക്കും. റസൂൽ പൂക്കുട്ടി, റസൂൽ പൂക്കുട്ടി അല്ലെ, റസൂൽ പൂക്കുട്ടി, പൂക്കുട്ടി. അപ്പോൾ റസൂൽ പൂക്കുട്ടിയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത്. കേരള ചലച്ചിത്ര അക്കാദമി, കേരള ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ്. എവിടെയാണ്? കഴക്കൂട്ടത്താണ്. കിൻഫ്ര പാർക്കിൽ, കിൻഫ്ര പാർക്ക്, കിൻഫ്ര പാർക്ക് അല്ലെ, കിൻഫ്ര പാർക്കിലാണ്. സെറ്റ് അല്ലേ മക്കളെ, ഓർത്ത് വെക്കാലോ. അപ്പൊ ഈ ചോദ്യവും അനുബന്ധ വിവരങ്ങളും സെറ്റായില്ലേ, പൊളിയല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം, ഇത് 32/2025 PSC ചോദിച്ചൊരു ചോദ്യമാണ്. വിൺ പ്ലസ് തലം, വിൺതലം സന്ധി ചെയ്ത് എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക മക്കളെ, സന്ധി ചെയ്യുന്നിടത്ത് ഇത് ആദ്യം നമുക്ക് സന്ധി പറയാം. ഇവിടെ നമുക്കറിയാം ഇണ്ണെന്ന ശബ്ദവും താഴ്ന്ന ശബ്ദവും ചേർന്നു. പക്ഷെ ഇവിടെ നായും അല്ലെങ്കിൽ ഇണ്ണം ഡായുമായിട്ട് മാറി, അല്ലെങ്കിൽ നായും നേം ഡായുമായിട്ട് മാറി. അതായത് ദാ പോയി ഡാ വന്നു, ഒരു വർണ്ണം പോയി മറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ സന്ധി ഏതാ? ആദേശ സന്ധി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത്തരത്തിലുള്ള പദങ്ങൾ പിരിച്ചെഴുതാൻ വന്നാൽ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് എത്രമാത്രം? തന്നിരിക്കുന്ന പദത്തിൽ ഇണ്ടയാണോ ഉള്ളതെന്ന് നോക്കുക. ഇണ്ട, ഇണ്ടയാണുള്ളതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പദത്തെ ഇൻ എന്നും ഇൻ എന്നും ത എന്നും സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഇൻ അധികം ത. എങ്ങനെ? ഇൻ അധികം ത, അല്ലെങ്കിൽ ന് അധികം ത എന്ന് വന്നാലും മതി. പക്ഷെ ഈ ന് എന്ന് പറയുന്നതും ഇണ്ണെന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സെയിമാ. അപ്പൊ അത് അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെക്കുക. ഇണ്ട വന്നാൽ എന്ത് ചെയ്യണം? ഇൻ പ്ലസ് ത എന്ന് എഴുതണം. ഓക്കെ, നോക്കിയേ, വിണ്ടലം, വിണ്ടലം, വിണ്ടലം. കട്ട് ചെയ്യുക, കട്ട് ചെയ്തിട്ടത് ഇൻ പ്ലസ് ത അല്ലെ, ഇൻ പ്ലസ് ത എന്ന് എഴുതുക. അപ്പൊ കണ്ടോ, വിൺ പ്ലസ് തലം. കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഇനി നോക്കിയേ, കണ്ടു എന്ന പദം, കണ്ടു, കണ്ടു. ഈ കണ്ടു എന്ന പദം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇണ്ടയാണ്, ക്യാൻസൽ ചെയ്യുന്നു. ഇൻ അധികം ത എന്നിട്ടു. സോ പിരിച്ചെഴുതുമ്പോൾ കൺ പ്ലസ് ടു എന്ന് കിട്ടും. കണ്ടോ, കൺ പ്ലസ് ടു. ഇനി ഉണ്ടു എന്ന പദം നോക്കിയേ, ഉണ്ടു, ഉണ്ടു സെയിം ആണ്. ഇണ്ട ക്യാൻസൽ ചെയ്തു, എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? ഇൻ പ്ലസ് ത എന്നിട്ടു. ഓക്കെ, ഉത്തരം പിരിച്ചെഴുതുമ്പോൾ ഉൺ പ്ലസ് തായുടെ ചിഹ്നം കൂടെ ഉണ്ട് അവിടെ അല്ലെ, അത് ഉ ആണ്. സോ ടു, ഉൺ പ്ലസ് ടു. അപ്പോൾ ഇത്തരത്തിലൊക്കെ തന്നെ PSC ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കണം. സന്ധികൾ, അതുപോലെ തന്നെ പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, ഇവയൊക്കെ തന്നെ നോക്കി വെക്കുക. നമ്മുടെ ചാനലിൽ തന്നെ സന്ധികളുമായി ബന്ധപ്പെട്ട 2 നല്ല ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതാണ്. തിരക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ക്ലാസ്സുകൾ പലപ്പോഴും ചെയ്യാനായിട്ട് ലേറ്റ് ആവുന്നത്. അത്രമേൽ തിരക്കാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം എന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തിരക്കായതുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു കറക്റ്റ് ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റാതെ വരുന്നത്. നിങ്ങൾ അറിയുന്നതാണ്, നിങ്ങൾ അറിയാത്തൊരു മനുഷ്യനല്ല ഞാൻ, നിങ്ങൾക്ക് അറിയാം എന്റെ തിരക്ക് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നണ്ട. വരുന്ന ദിവസങ്ങൾ നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ഇത് 53/25 വന്നൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്. ഇവിടെയും ചോദ്യം ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ചോദ്യം.
പച്ച അധികം കുതിര, പച്ചക്കുതിര. നോക്കിയേ മക്കളെ, പച്ച അധികം കുതിര, കുതിര ചേർത്ത് എഴുതുമ്പോൾ ക ഇരട്ടിക്കുന്നു, ക ഇരട്ടിച്ചു. സോ അതെന്തല്ല, ആദേശമല്ല, അത് ദ്വിത്വസന്ധിയാണ്. ദേ നമ്മളിപ്പോ പറഞ്ഞ വിൺ പ്ലസ് സ്ഥലം, അതായത് സത്യത്തിൽ ഒരേ സാധനമാണ് PSC അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അടിക്കുന്നത്. കണ്ടോ, ഒരേ ചോദ്യം കണ്ടോടാ, ഒരേ ചോദ്യം. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കിയുള്ളവ പറഞ്ഞുതരാം നമുക്ക്. പച്ചക്കുതിര കാ ഇരട്ടിച്ചു, അത് ഇരട്ടിപ്പാണ്, സോ ദ്വിത്വസന്ധിയാണ്. പന അധികം ഓല, പന അധികം ഓല, ഓല, പനയോല, പനയോല, പനയോല. എന്തോലയാണ്? പനയോല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യാ വന്നു ചേരുക ചെയ്ത പനയോല, യാ വന്നു ചേർന്നു അല്ലെ. അപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പ്, നമ്മൾ സന്ധിയുടെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. യകാരം വന്നാൽ, സന്ധിയിൽ യകാരം വന്നാൽ യാ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു പ്ലസ് കൊടുക്കുക. യായിന് ശേഷമുള്ള ചിഹ്നം ഏതാണ്? ഓയാണ്. സോ അത് സെപ്പറേറ്റ് ചെയ്താൽ മതി. പനാധികോല പിരിച്ചെഴുതാൻ എളുപ്പമാണ്. അപ്പൊ അത് സംശയമുള്ളവര് ആ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അവിടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇനി ഇവിടെ നോക്കിയേ, അടുത്ത ചോദ്യം, കേട്ടു അധികം ഇല്ല, കേട്ടു അധികം ഇല്ല അല്ലെ, കേട്ടില്ല, കേട്ടു അധികം ഇല്ല, കേട്ടു, കേട്ടു, കേട്ടില്ല അല്ലെ, കേട്ടില്ല, കേട്ടില്ല. കണ്ടോ വാക്ക്? ഇവിടെ 1, 2, 3, 4 വാക്കുകൾ പിരിച്ചെഴുതിയിരിക്കുന്നിടത്തോണ്ട് ചേർത്ത് എഴുതുമ്പോൾ 1, 2, 3 വാക്കേ ഉള്ളൂ. അതായത് ഒരു ശബ്ദം ലോപിച്ചു പോയി. എന്ത് ലോപിച്ചു? കാരം ലോപിച്ചു. സോ ലോപസന്ധി. ഓക്കെ അല്ലടാ, കണ്ടോ, എല്ലാ വാക്കിൽ നിന്ന്, എല്ലാ സന്ധിയിൽ നിന്നും, 4 സന്ധിയിൽ നിന്ന് വ്യക്തമായ ചോദ്യമുണ്ട്. പൊളിയല്ലേ മക്കളെ? PSC സെറ്റ് അല്ലടാ, നല്ല ചോദ്യങ്ങളല്ലേ? ശരി, എങ്കിൽ വീണ്ടും ഒരു ചോദ്യത്തിലേക്ക്. ഇതും 109/2025 ചോദ്യം. 109/2025. ഈ ദിക്മുഖമൊക്കെ കാണുമ്പോൾ എന്റെ പിള്ളേർക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം അവർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ക, ഗ, ങ അല്ലെ, ക, ഗ, ങ എന്നീ ശബ്ദങ്ങളാണ് സന്ധിയിൽ വരുന്നതെങ്കിൽ, ഗ വന്നാൽ ഗ ക്യാൻസൽ ചെയ്തിട്ട് മൂത്തയാളായ കായെ ഗ് എഴുതി പ്ലസ് കൊടുക്കുക. ശേഷം ഗ എന്ന് കേൾക്കുമ്പോൾ ചിഹ്നം ഏതാണ്? ആയാണ്, അത് എഴുതുക. ഇനി വരുന്നത് ങായാണ് സന്ധിയിൽ, ങ എങ്കിൽ ങ ക്യാൻസൽ ചെയ്യുക, അവിടെ ക്ക് എഴുതുക, പ്ലസ് കൊടുക്കുക. ങ അല്ലേ, തീരുമ്പോ കേൾക്കുന്ന ആയല്ലേ, സോ പ്ലസ് ശേഷം ആ. ഇനി വരുന്നത് ഗ ആണെന്ന് കരുതുക, ഗ ക്യാൻസൽ ചെയ്തു, ഗ് അധികം ആ. ങായാണെങ്കിലും സെയിം, ഗ് അധികം ആ. അതായത് ഈ പദങ്ങളാണ് സന്ധിയിലുള്ളതെങ്കിൽ, ഇതേപോലെ കണ്ടോ, ഇവിടെ ദിഗ്മുഖത്തിൽ ങ് ഇല്ലേ, അതേപോലെ സന്ധിയിലുള്ളതെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ആ സ്ഥാനത്ത് എന്ത് എഴുതണം? ഗ് എന്ന് ആദ്യം എഴുതണം. കാരണം അതിന്റെ ആദ്യത്തെ ആള്, എന്നിട്ട് പ്ലസ് കൊടുക്കുക, ശേഷം അതിന്റെ ചിഹ്നം ആ. ഇനി ഗി എന്നാണെങ്കിലോ, ഗി ഗ് അധികം ഇ. ngു എന്നാണെങ്കിലോ, ഗ് അധികം ഉ അല്ലെ. ഗെ എന്നാണെങ്കിലോ, ഗ് അധികം എ. ngോ എന്നാണെങ്കിലോ, ഗ് അധികം ഓ. ഇൻ കേസ് നമുക്കറിയാം, ഇൻ കേസ് ഗ് എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ ഗ് അധികം മാത്രം മതി, ങ് എന്നേ ഉള്ളൂവെങ്കിൽ ഗ് അധികം മാത്രം മതി. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ വാക്ക് എന്താണ്? ദിങ്മുഖം എന്നാണ്, ദിങ്മുഖം അല്ലെ, ദിങ്മുഖം. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? അതിന്റെ അകത്തുനിന്ന് ങ് ക്യാൻസൽ ചെയ്യുന്നു, എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ങ് മാത്രമല്ലേ ഉള്ളൂ, സോ ക്ക് പ്ലസ് മാത്രം ഇട്ടാൽ ദിക് പ്ലസ് മുഖം. ദേ കിടപ്പുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ സെറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, സർ ഇതുപോലത്തെ വേറെ വാക്കുകളുണ്ടോ? ഉണ്ട്, പറഞ്ഞുതരാം. ഞാൻ സ്ഥിരം ക്ലാസ്സുകൾ പറയുന്നതല്ലേ, വാഗ്മയം, വാങ്മയം. വാങ്മയൊക്കെ എത്ര തവണയാണ് PSC ചോദിച്ചത്? എത്ര തവണ? അതാ ക്യാൻസൽ ചെയ്യുന്നു, സെയിം ങ് ആണ്, സോ ക്ക് പ്ലസ്, ക്ക് പ്ലസ്. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, സർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ എന്താണ് ഗ വരുന്ന ഒരു വാക്ക്, ഗ വരുന്ന ഒന്നല്ല 2 വാക്ക് പറഞ്ഞുതരാം. സ്ഥിരം ഞാൻ പറയുന്ന ഒരു വാക്കാണ് വാഗീശൻ എന്ന പദം അല്ലെ, വാഗീശൻ എന്ന പദം. വാഗ് ദേവിയും വാഗീശനും, വാഗീശൻ അല്ലെ, 2 വാക്കും നോക്കിയേ മക്കളെ. ഇവിടെ ഒന്നേ ചെയ്യുന്നുള്ളൂ, ഗ് ക്യാൻസൽ ചെയ്യുന്നു, ഗ് ഗ് എന്ന് പറയുമ്പോ ക്ക് തന്നെ വരണം അല്ലെ, ക്ക് പ്ലസ് ഇട്ടു, സോ വാക്ക് പ്ലസ് ദേവി അല്ലെ. ഇനി വാഗീശൻ അല്ലെ, ഗ ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ ഗ് ക്യാൻസൽ ചെയ്തു, ക്ക് പ്ലസ് ചിഹ്നം ഏതാ? ഇ, വാക് പ്ലസ് ഈശൻ, വാക് പ്ലസ് ഈശൻ. മക്കളെ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. നിലവിൽ നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും സിമ്പിൾ ഭാഗമാണ് സന്ധി എന്നൊക്കെ പറയുന്നതാ. ചുമ്മാ പഠിച്ചു നോക്കിയാടാ, പിരിപ്പ്, പൊരിപ്പ് അല്ലെ, എന്താണ് ചേർത്തെഴുത്തൊക്കെ തന്നെ വളരെ രസമുള്ള പരിപാടിയാ. സോ ധൈര്യമായിട്ട് പഠിക്കുക, എല്ലാം സെറ്റ് ആവും കേട്ടോ. ധൈര്യമായിട്ട് പഠിക്കുക, സീനില്ല. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക്. ഇവിടെ ഒരു ചോദ്യം വന്നു. ചോദ്യം പര്യായങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കൊള്ളാലോ, പൊളി ചോദ്യമാണ്. ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സാമുദ്രം, വസിരം, അക്ഷീപം, മഞ്ഞ്. മക്കളെ പെട്ടെന്ന് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് മഞ്ഞ് എഴുതാൻ തോന്നും.
കാരണം സാമുദ്രവും അക്ഷീപവും എന്താണ് വസിരവും ഒക്കെ വെള്ളത്തിന്റെ പര്യായമാണെന്നോ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ പര്യായം എന്നൊക്കെയാണ് പലരും കരുതുക. അല്ല, സത്യത്തിൽ ഇതില് കൂട്ടത്തിൽ പെടാത്ത കാര്യം തന്നെയാണ്, മഞ്ഞ് തന്നെയാണ്. പക്ഷേ മഞ്ഞിനെ നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ് വ്യത്യാസം. അതാ എന്റെ പോയിന്റ്. സത്യത്തിൽ ബാക്കിയുള്ള പദങ്ങളൊക്കെ കടൽ, സമുദ്രം എന്നാ കരുതുക. അല്ല, ബാക്കിയുള്ളതൊക്കെ തന്നെ ഈ ഉപ്പില്ലടാ, ഉപ്പ് 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 നമ്മളെ കടലുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് എന്നൊക്കെ പറയത്തില്ല നമ്മൾ, ഉപ്പ്, കറിയുപ്പ്, ആ ഉപ്പാണ് സാധനം. മഞ്ഞവല്ലല്ലോ അല്ലെ, മഞ്ഞ അതിന് വരുന്നതല്ല. അപ്പോ ഇത്തരത്തിലുള്ള പദങ്ങൾ PS ചോദിക്കാറുണ്ട്. അവിടെ ചില ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. PS സ്ഥിരം ചോദിക്കുന്ന ഒരു പദമാണ് കായം. കായം എന്ന വാക്കിന് ശരീരം എന്നാണ് അർത്ഥം. കായം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ശരീരം എന്നാണ്. പാണി എന്ന വാക്കിന് കൈ എന്നാണ് അർത്ഥം. എന്നാൽ വേണി എന്ന വാക്കിന് വേണി മുടി എന്നാണ് അർത്ഥം, അതായത് തലമുടി. കൂന്തൽ എന്ന വാക്കിനും കുഴൽ എന്ന വാക്കിനും ഒക്കെ എന്തർത്ഥം? ഈ മുടി എന്നുള്ള അർത്ഥം തന്നെയാണ് പ്രയോഗിക്കാറുള്ളത്. പാണി, വേണി. ഇനി വാണി എന്നാണ് വാക്കെങ്കിൽ അർത്ഥം വാക്ക് എന്നതാണ്. വാക്ക്. ഇനി വേളി എന്നാണെങ്കിലോ, അത് ഭാര്യയാണ്. ഭാര്യ. മക്കളെ വേളിയില്ലടാ, വേളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ എന്നാ. ഭാര്യ. ഇതേ ഭാര്യയ്ക്ക് തന്നെയാണ് കളത്രം എന്ന വാക്കും പറയാ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമാണ് അത്, കളത്രം എന്ന വാക്കും പറയുന്നത് അവിടെ തന്നെയാണ്. ഇനി അഹി എന്ന വാക്കിന് പാമ്പ് അഥവാ സർപ്പം എന്നാണ് അർത്ഥം. പാമ്പ് അഥവാ സർപ്പം എന്നാണ് അർത്ഥം. മക്ഷിക എന്നാണ് വാക്കെങ്കിൽ മക്ഷിക എന്ന വാക്കിന് ഈച്ച എന്നാണ് അർത്ഥം. മക്ഷിക എന്ന വാക്കിന് ഈച്ച എന്നാണ് അർത്ഥം. ഈച്ച. മക്കളെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പദങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അതേപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില പദങ്ങൾ, ഏറ്റവും പ്രധാനം അതിലാണ് വാചിയും ഹയവും തുരകം അശ്വം ഒക്കെ തന്നെ ഇരിക്കുന്നത്. ഇവയൊക്കെ തന്നെ കുതിരയാണ്. കുതിര. സെറ്റലട. ഇനി കരി ആനയാണ്. കരിണി പെണ്ണാനയാണ്. ഓക്കെ അല്ലേ? ദന്തി അതും എന്ത് തന്നെയാണ്? ആനയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പഞ്ചകൂടം എന്ന പദം, പഞ്ചകൂടം ആമയാണ്. പഞ്ചകൂടം എന്താ? ആമ എന്ന പദമാണ് പഞ്ചകൂടം, ആമ. കഴിയുന്നിടത്തോളം വാക്കുകൾ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ. നിങ്ങൾ വീണ്ടും പറയുന്നു, സ്കിപ്പ് ചെയ്യാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം 64/2025 കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ, സോറി ഡിഗ്രി അല്ല, ഡിഗ്രി പ്രിലിംസ് ആയിരുന്നല്ലോ അല്ലെ, നമ്മുടെ KSന്റെ ആയിരുന്നു അല്ലെ, ആ എക്സാമിന്റെ ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്, കോയിമ്പിടരൻ. എങ്ങനെ? കോയിമ്പിടരൻ അഥവാ കോയിമ്പിട നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നു? നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ക്ലാസ്സിൽ എന്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ ഇരുന്നിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ കോയിമ്പിടനെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. കോയിമ്പിടൻ എന്ന കഥാപാത്രം വരുന്ന എവിടെയാണ്? മുടിയാട്ടല്ല, മുടിയേറ്റിനകത്താ അല്ലെ. കേരളത്തിൽ നിന്നും രണ്ടാമതായി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കലാരൂപമാണ് മുടിയേറ്റ്. രണ്ടാമതായി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കലാരൂപം. അപ്പോ മക്കളെ ആദ്യമായിട്ട് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്, അത് കൂടിയാട്ടമാണ്. മക്കളെ മുടിയേറ്റിന് 2010-ലും കൂടിയാട്ടത്തിന് 2010 കൂടിയാട്ടത്തിന് 2001-ലുമാണ് കേട്ടോ. 2001. അപ്പൊ അത് കണക്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, മുടിയേറ്റ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ എത്തുന്നത് 2010-ലാണ്. തെക്കൻ കേരളത്തിലും കൊച്ചിയിലും, സത്യത്തിൽ തെക്കൻ കേരളവും കൊച്ചി എന്നുള്ളത് നമ്മൾ പറയുമ്പോഴും അത് തെക്കൻ കേരളത്തിലും കൊച്ചിയിലും മാത്രമല്ല, അത് കറക്റ്റ് ആയിട്ട് വരുന്നത് തൃശ്ശൂര്, ആലപ്പുഴ, എറണാകുളം ഭാഗങ്ങളിലാണ് എന്തുള്ളത്, ഈ പറയുന്ന മുടിയേറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പൊതുവെ മുടിയേറ്റിനകത്ത് 7 കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണ്? ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കൂളി, കോയിമ്പിട നായർ. ആരൊക്കെ? ശിവൻ, നാരദൻ, കാളി, ദാനവേന്ദ്രൻ, കൂളി, കോയിമ്പിട നായർ എന്നിവരാണ് കഥാപാത്രങ്ങൾ. ഇവർ 7 പേരാ ഉള്ളത്. ഇത് കഥ തുടങ്ങുന്നത് തന്നെ ശിവനാരദ സംവാദത്തിലൂടെയാണ്. അതായത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി വരം വാങ്ങിയ ദാരിക ദാനവേന്ദ്രന്മാർ ഒരുപാട് ചെയ്തികൾ കാണിച്ചു നടക്കുന്നുണ്ട്. അവർക്ക് സ്ത്രീകളല്ലാതെ മറ്റാരാലും കൊല്ലപ്പെടരുതെന്ന് വരം കിട്ടിയതുകൊണ്ട് ശിവൻ എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ പാദത്തിൽ നിന്നും കാളിയെ ജനിപ്പിക്കുന്നുണ്ട്. കാളി ഉഗ്രകോടിയെ ഇവരെ അല്ലെങ്കിൽ കൊല്ലുന്നതാണ് അതിന്റെ കഥയൊക്കെ. ഇതിൽ കാളിയുടെ അനിയന്ത്രിതമായ കലി ശമിപ്പിക്കാനായി നന്ദികേശൻ വേഷമാറി വരുന്നതാണ് കോയിമ്പിടരൻ അല്ലെങ്കിൽ കോയിമ്പിട നായർ. സെറ്റല്ലേ മക്കളെ? ഓർത്ത് വെച്ചൂടേടാ. ഇതൊക്കെ സ്കിപ്പ് ചെയ്യരുതാ, ഇതൊക്കെ മസ്റ്റ് പഠിച്ചോണം കേട്ടോ. ദെൻ ചോദ്യം, കായിക മേഖലയിൽ നിന്ന്. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം കബഡിയാണ്.
ഞാനിവിടെ ഒരു കബഡി മത്സരം കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ് തല ഫാൻസിനും തലപതി ഫാൻസിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. കബഡിയാണ് കേട്ടോ, കബഡി. അപ്പൊ നമുക്ക് കുറച്ച് രാജ്യങ്ങളും അവരുടെ ദേശീയ കായിക വിനോദങ്ങളും പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം അമേരിക്കയുടെ കായിക വിനോദം ബേസ്ബോൾ ആണ്. അമേരിക്കയുടെ കായിക വിനോദം. അഫ്ഗാന്റെ കായിക വിനോദം ബസ്കാഷി എന്നുള്ളതാണ്. അഫ്ഗാന്റെ കായിക വിനോദം ഏതാണ്? ബസ്കാഷിയാണ്, ബസ്കാഷി. എങ്കിൽ ഓസ്ട്രേലിയയുടെ കായിക വിനോദം ക്രിക്കറ്റ് അല്ലെ? മൈറ്റി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ആണ് കായിക വിനോദം. ഇന്തോനേഷ്യ ബാഡ്മിന്റൺ ആണ്. ഇന്തോനേഷ്യയുടെ കായിക വിനോദം ഏതാണ്? ബാഡ്മിന്റൺ. ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചോട്ടെ, ബാഡ്മിന്റന്റെ ജന്മദേശം ഏതാ? ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. ഇന്ത്യയാണ് ബാഡ്മിന്റന്റെ ജന്മദേശം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ? ഒന്ന് താഴെ കമന്റ് ചെയ്തേ. ഞാൻ ഇവിടെ ഉത്തരം രേഖപ്പെടുത്തിയേക്കാം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ എന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ബാഡ്മിന്റന്റെ ജന്മദേശം ഇന്ത്യയാണ്. സ്റ്റേറ്റ്മെന്റ് റൈറ്റോ തെറ്റോ? താഴെ ഒന്ന് കമന്റ് ചെയ്തേ. ഇനി ഇന്ത്യയുടേതാണെങ്കിൽ ഹോക്കി, നമ്മൾ ഫീൽഡ് ഹോക്കി എന്ന് പറയും. അല്ല, ഇന്ത്യക്ക് അങ്ങനെ ഒരു കായിക വിനോദം ഇല്ല എന്ന് പറയുമ്പോഴും PSC ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലടാ? PSC അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല, പഠിക്കുന്നു. കാനഡയാണെങ്കിൽ അവർക്ക് ഐസ് ഹോക്കിയാണ് കായിക വിനോദം. ഐസ് ഹോക്കി. നമുക്കറിയാം ഐസ് ഹോക്കി ഒരു ടീമിനത്തിൽ എത്ര പേരുണ്ടാകും? 6 പേരുണ്ടാകും. ഹോക്കിയിൽ 11 പേരായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലെ? ചൈന ടേബിൾ ടെന്നീസ് ആണ്. ചൈന ടേബിൾ ടെന്നീസ്. സ്പെയിൻ കാളപ്പോര്. സ്പെയിൻ കാളപ്പോര്. സ്കോട്ട്ലൻഡ് റഗ്ബി. ന്യൂസിലൻഡ് റഗ്ബി. പാകിസ്ഥാൻ ഹോക്കി. റഗ്ബി നമുക്കറിയാം ഒരു ടീമിൽ 15 താരങ്ങൾ ഉണ്ടാവും. റഗ്ബി ഒരു ടീമിൽ എത്ര താരങ്ങൾ ഉണ്ടാവും? 15 താരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ശ്രീലങ്ക വോളിബോൾ ആണ്. ഭൂട്ടാൻ അമ്പെയ്ത്ത്. ബ്രസീൽ ഫുട്ബോള്. ബ്രസീൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സുൽത്താന്റെ പേര് പറയാതെ പോവുക അല്ലെ? സുൽത്താനെ എങ്ങനെയാണ് നമ്മൾ പറയാതെ പോകുന്നത് അല്ലെ? അപ്പോൾ എന്റെ ഒരു ചോദ്യം, സുൽത്താൻ ഓഫ് മുൾട്ടാൻ എന്നറിയപ്പെടുന്ന ആരാ? കഴിഞ്ഞ ക്ലാസ്സിന് കായിക താരങ്ങളെ വിശേഷണം എന്ന ഭാഗത്ത് ഞാനത് പറയുന്നുണ്ട്. സംശയമുള്ളവർ അവിടെ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ഫുട്ബോളിന്റെ സുൽത്താൻ എന്നാണ് വിളിച്ചത്? നെയ്മറിനെയാണ് അല്ലെ? നെയ്മർ ജൂനിയർ ഡിസിൽവ. ശരി, സന്തോഷം, മുമ്പോട്ട് പോകുന്നു. ബംഗ്ലാദേശിന്റെ കായിക വിനോദം കബഡിയാണ്. ക്യൂബ ബേസ്ബോൾ ആണ്. ഇറാൻ ഗുസ്തിയാണ്. ഇംഗ്ലണ്ട് ക്രിക്കറ്റും ഫുട്ബോളുമാണ്. സെറ്റല്ലടാ? എന്ത് കിടുക്കൻ ചോദ്യങ്ങളാടാ, കിടുക്കൻ ചോദ്യങ്ങൾ. ഇനിതാ ചോദ്യം നോക്കിയേ. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ്? നമുക്കറിയാം പശ്ചിമഘട്ടം അല്ലെ? അങ്ങ് ഗുജറാത്തിൽ തുടങ്ങി ഇങ്ങ് കന്യാകുമാരി തമിഴ്നാട് വരെ നീളുന്ന പശ്ചിമഘട്ടം. 6 സ്റ്റേറ്റുകൾ, 16 ചുരങ്ങൾ, 1600 കിലോമീറ്റർ ദൈർഘ്യം. അത് പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. 6 സ്റ്റേറ്റ്, 16 ചുരങ്ങൾ, 1600 കിലോമീറ്റർ നീളം. ഈ പറയുന്ന പശ്ചിമഘട്ടത്തെ കുറിച്ച് മാധവ് ഗാഡ്ഗിൽ എഴുതിയ കൃതിയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. അതിന് അവതാരിക ഒരുക്കിയത്, ആ അവതാരിക ഒരുക്കിയ ആളുടെ പേര് മക്കളെ ഈ സൈഡിൽ കാണുന്നത്, എന്റെ നേരെ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ബുക്ക് ഈ പറയുന്ന പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിയാണ്, പുസ്തകമാണ്. അതിന്റെ പുറംതാളിൽ ഇവിടെ പുറംതാളിൽ ഒരു പേരുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ? MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥൻ. അത് തന്നെയാണ് നമ്മുടെ പോയിന്റ്. അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്ന ആരാണ്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. സെറ്റല്ലേ മക്കളെ? പഠിച്ചു വെക്കാലോ. അവതാരികകൾ വളരെ പ്രധാനമാണ്. അവതാരികകൾ പഠിച്ചു വെച്ചോണം, PSC ചോദിക്കും. ഓക്കെ അല്ലേ? മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇതൊക്കെ വളരെ നല്ല ചോദ്യങ്ങളായി വന്നതാണ്. എങ്കിൽ ചോദ്യം, ഇത് കഥയല്ല, കവിതയല്ല, നിരൂപണമല്ല, കഴിഞ്ഞുപോയ ജീവിതകാലത്തിന്റെ സ്മരണകൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുത്ത നുറുങ്ങുകൾ മാത്രം. ഒന്നുകൂടെ, ഇത് കഥയല്ല, കവിതയല്ല, നിരൂപണമല്ല, കഴിഞ്ഞുപോയ ജീവിതകാലത്തിന്റെ സ്മരണകൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുത്ത നുറുങ്ങുകൾ മാത്രം. ഈ സാക്ഷ്യപ്പെടുത്തൽ ഉൾക്കൊള്ളുന്ന ആത്മകഥയുടെ പേരെന്ത്? ഒന്നുകൂടെ, ഈ സാക്ഷ്യപ്പെടുത്തൽ ഉൾക്കൊള്ളുന്ന ആത്മകഥയുടെ പേരെന്ത് എന്നാണ് ചോദ്യം. മക്കളെ നമുക്കറിയാം ഇത് ഏത് ആത്മകഥയിലാണ്? ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതിയിലേതാണ്. നമുക്കറിയാം ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതി, ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതിയിരിക്കുന്ന ആരാണ്? ലളിതാംബിക. അന്തർജനം. ആരാണ്? ലളിതാംബിക അന്തർജനം. ഒന്നുകൂടെ, ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതി എഴുതിയിരിക്കുന്ന ആരാണ്? ലളിതാംബിക അന്തർജനം. ഒന്നുകൂടെ, ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതി എഴുതിയിരിക്കുന്ന ആരാണ്? ലളിതാംബിക അന്തർജനം. ഒന്നുകൂടെ, ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതിയതാരാ? ലളിതാംബിക അന്തർജനം. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് പ്രിഫേസ് ടു ഓട്ടോബയോഗ്രഫി. നമുക്കറിയാം ലളിതാംബിക അന്തർജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് അഗ്നിസാക്ഷി. 1977 ആദ്യത്തെ വയലാർ അവാർഡും അതേപോലെ തന്നെ പുള്ളിക്കാരിക്ക് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും ഓടക്കുഴൽ അവാർഡും ഒക്കെ നേടിക്കൊടുത്ത കൃതിയാണ് അഗ്നിസാക്ഷി.
ഈ അഗ്നിസാക്ഷിയിലെ നായികയാണ് ദേവകി മാനമ്പള്ളി. ആരാണ്? ദേവകി മാനമ്പള്ളി. അപ്പോ ദേവകി മാനമ്പള്ളി എന്ന തേതിയിടത്തിയുടെ കഥ പറഞ്ഞ കൃതിയാണ് അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി. ഓക്കെ അല്ലേ മക്കളെ? സോ ഉറപ്പാണ് ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. പ്രത്യേകിച്ച് ആത്മകഥകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വയലാർ അവാർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരും. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: പച്ച കലർന്ന ചുവപ്പ് ആരുടെ ആത്മകഥയാണ്? അത് KT ജലീലിന്റെ ആത്മകഥയാണ്. KT ജലീല. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: ഓർമ്മയിലെ പച്ചകൾ അത് കലാമണ്ഡലം ഗോപി ആശാന്റേതാണ്. കലാമണ്ഡലം ഗോപി. കാലം സാക്ഷി ഉമ്മൻചാണ്ടി സാറ്. ഉമ്മൻചാണ്ടി. സെറ്റ് അല്ലേ? അപ്പോ ഈ ബുക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാകണം. എന്റെ ചോദ്യം ഇതാണ്: ശിങ്കിടി പാടുക എന്ന ശൈലി താഴെ കൊടുത്തിരിക്കുന്ന ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈസ് ചോദ്യമാണ് അല്ലെ? നമുക്കറിയാം ശിങ്കിടി പാടുക എന്ന് പറയുന്നത് കഥകളിയിലുള്ള ഒരു ചടങ്ങാണ്, അല്ല കഥകളിയിലുള്ള ഒരു ഭാഗമാണ് അല്ലെ? എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. അതായത് കഥകളിയിൽ 2 ഗായകരുണ്ട്. ഒന്നാം ഗായകനെ പൊന്നാനി എന്ന് വിളിക്കും. അറിയാം നിങ്ങൾക്ക്, എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാം ഗായകനെ പൊന്നാനി എന്ന് വിളിക്കും. രണ്ടാം ഗായകൻ ശിങ്കിടി. ഒന്നാം ഗായകൻ പൊന്നാനി, രണ്ടാം ഗായകൻ ശിങ്കിടി. ഒന്നുകൂടെ: ഒന്നാം ഗായകൻ പൊന്നാനി, രണ്ടാം ഗായകൻ ശിങ്കിടി. ഒന്നാം ഗായകൻ പാടുന്നതിന് ഏറ്റുപാടുകയാണ് ശിങ്കിടി ചെയ്യുക. അതുകൊണ്ടാണ് ശിങ്കിടി പാടുക എന്ന ശൈലി വന്നിരിക്കുന്നത്. ഇതിൽ പൊന്നാനി ഉപയോഗിക്കുന്ന വാദ്യോപകരണം അത് ചേങ്ങിലയാണ്. ഓക്കെ അല്ലെ? എങ്കിൽ ശിങ്കിടി ഉപയോഗിക്കുന്നത് ഇലത്താളം. ഓക്കെ അല്ലെ? ഇതേപോലെ തന്നെ നമ്മുടെ കഥകളിയുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള ചില ശൈലികളാണ്. ഒന്ന് കേളി കൊട്ടുക. ഈ കേളി കൊട്ടുക എന്ന ശൈലിയുടെ അർത്ഥം പരസ്യപ്പെടുത്തുക എന്നാണ്. പലരും കേളി കൊട്ടുക എന്ന് കേൾക്കുമ്പോൾ ആരംഭിക്കുക അല്ലെങ്കിൽ തുടക്കം കുറിക്കുക എന്ന് പഠിച്ചു വെക്കും. തെറ്റ്, ശുദ്ധ ബ്ലണ്ടർ, പഠിക്കരുത്. കേളി കൊട്ടുക എന്ന് പറയുന്നത് എന്താണ്? പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കേളി കൊട്ടുക, പരസ്യപ്പെടുത്തുക അല്ലെങ്കിൽ അറിയിക്കുക. ക്ലിയർ അല്ലടാ? ഇനി ഇതേ ഭാഗത്ത് വരുന്ന മറ്റൊരു ചോദ്യം അതാണ് ധനാശി എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ധനാശി അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒട്ടനേകം ചോദ്യങ്ങൾ കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപത്തുണ്ട്. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോണം? ഇതൊന്ന് പഠിച്ചു വെച്ചോണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കഥകളി എന്ന കലാരൂപം PSC ചോദിക്കും. കലകളുടെ രാജാവ് എന്നാണ് കഥകളി അറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? കലകളുടെ രാജാവ്. ഒന്നുകൂടെ, എങ്ങനെ അറിയപ്പെടുന്നു? കലകളുടെ രാജാവ്. രാജാക്കന്മാരുടെ കല എന്നും അറിയപ്പെടുന്നു. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു, രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്നു. ടോട്ടൽ തിയേറ്റർ അഥവാ സമഗ്ര നൃത്തം എന്നറിയപ്പെടുന്നു. ഈ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാടാ? ആട്ടക്കഥ. ആട്ടക്കഥയുടെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ അല്ലെ? ആട്ടക്കഥയുടെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ മുൻഗാമിയാണ് രാമനാട്ടം. ഈ രാമനാട്ടത്തിന്റെ മുൻഗാമിയാണ് കൃഷ്ണനാട്ടം. ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില. പലപ്പോഴും ഇടയ്ക്ക ഉള്ള ഓപ്ഷന് PSC ഉത്തരം കൊടുത്തു കാണുന്നില്ല. എന്നാൽ ഇടയ്ക്ക കഥകളിയിലുണ്ട്. കാരണം കഥകളിയുടെ സംഗീതമാണ് സോപാന സംഗീതം. മക്കളെ, ഈ സോപാന സംഗീതം ആലപിക്കുന്ന സമയത്ത് എന്ത് മസ്റ്റാണ്? ഇടയ്ക്ക മസ്റ്റാണ്. ഒന്നുകൂടെ, സോപാന സംഗീതം ആലപിക്കുന്ന സമയത്ത് എന്ത് വേണം? ഇടയ്ക്ക നമുക്ക് മസ്റ്റാണ്. ഇടയ്ക്ക ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോപാന സംഗീതം ആലപിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം? ഇടയ്ക്ക നമുക്ക് സോപാന സംഗീതത്തിന്റെ കാര്യത്തിൽ ആവശ്യമാണ്. എന്നിരുന്നാലും ഇടയ്ക്ക പലപ്പോഴും കഥകളിയുടെ വാദ്യോപകരണമായിട്ട് നമ്മളിപ്പോ പറയാറില്ല. ഇതിൽ ദേവവാദ്യം എന്നറിയപ്പെടുന്നത് മദ്ദളം. എങ്കിൽ ഓർത്തു വെക്കുക, സോപാന സംഗീത കുലപതി എന്നറിയപ്പെടുന്നത് അതാണ് ഞെരളത്ത് രാമപൊതുവാൾ. എങ്ങനെ? സോപാന സംഗീത കുലപതി എന്നറിയപ്പെടുന്ന ആരാണ്? ഞെരളത്ത് രാമപൊതുവാൾ. ഒന്നുകൂടെ, സോപാന സംഗീത കുലപതി എന്നറിയപ്പെടുന്ന ആരാണ്? സോപാന സംഗീത കുലപതി ആരാ? ഞെരളത്ത് രാമപൊതുവാൾ. സോപാന സംഗീത കുലപതി ആരാ?
ഞെരളത്ത് രാമപൊതുവാൾ. എങ്കിൽ എന്റെ ചോദ്യം, കഥകളി സംഗീത കുലപതി ആരാടാ? കഥകളി സംഗീത കുലപതി പഠിച്ചു വെച്ചോണം. കഥകളി സംഗീത കുലപതി എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലം ഹൈദരാലി. ഓരുടെ ഒരു ആത്മകഥയിലെ ഏതാണ്? മഞ്ജുതരം. മഞ്ജുതരം. ഞാൻ ഇതൊന്ന് ഫുള്ള് ഇറേസ് ചെയ്യാണ്. മഞ്ജുതരം അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ മാത്രം കളയാം അല്ലെ. മഞ്ജുതരം. മഞ്ജുതരം. കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ ഏതാണ്? മഞ്ജുതരം. മഞ്ജുതരം. ഞാൻ ഇവിടെ എഴുതുകയാണേ, മഞ്ജുതരം. ഇനി അദ്ദേഹത്തിന് ആത്മകഥാംശമുള്ള ഒരു ഓർമ്മക്കുറിപ്പ് ഉണ്ടായിരുന്നു അല്ലെ, ഓർത്താൽ വിസ്മയം. ഇതൊക്കെ തന്നെ PS ചോദിക്കുന്നതാണ്. അപ്പൊ കഥകളി സംഗീത കുലപതി എന്ന് പറയുന്ന ആരാണ്? ഹൈദരാലിയാണ്. എന്നാൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാ? സോപാന സംഗീതം. അതിന്റെ കുലപതിയായിരുന്നു ഞെരളത്ത് രാമപൊതുവാൾ. ഈ ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയാണ് ഏതാണ്? സോപാനം. ഏതാ ആത്മകഥ? സോപാനം. മക്കളെ മസ്റ്റ് ആണ്, പഠിച്ചോണം, സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചോണം. ക്ലിയർ അല്ലേ? അതിൻ്റെ അകത്ത് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ചവറ പാറക്കുട്ടിയമ്മ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി ആശാൻ, ഇവരുടെയൊക്കെ തന്നെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. കഴിയുന്നിടത്തോളം ഭാഗങ്ങൾ ഈ ഭാഗത്തുനിന്ന് പഠിച്ചു വെച്ചോണം. കഥകളി അത്രമേൽ ഇമ്പോർട്ടന്റ്. സെറ്റിലട. മുന്നോട്ട് പോകുന്നു. ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാ? ഇത് നോക്കിയേ, നമ്മളിപ്പോ പറഞ്ഞ കഥകളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. കഥകളി സംഗീതത്തിൽ 2 പാട്ടുകാരുണ്ട്. സ്റ്റേറ്റ്മെന്റ് റൈറ്റ് അല്ലേ? റൈറ്റ് ആണ്. പ്രധാന പാട്ടുകാരൻ പൊന്നാനി എന്നും സഹായിക്കുന്ന ആളെ ശിങ്കിടി എന്നും വിളിക്കുന്നു. കറക്റ്റ് ആണ്. കഥകളിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങളിലൊന്നാണ് മദ്ദളം. അത് റൈറ്റ് ആണ്. കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ ശിങ്കിടി എന്ന പേരിൽ അറിയപ്പെടും. അല്ല, ശിങ്കിടി 2ാം പാട്ടുകാരനാണ്. ശിങ്കിടി എന്താണ്? 2ാം പാട്ടുകാരൻ. നിങ്ങൾ 1ാം പാട്ടുകാരനെ എന്ത് വിളിക്കുന്നുണ്ട്? പൊന്നാനി. 2ാം പാട്ടുകാരനെ ശിങ്കിടി എന്ന് വിളിക്കുന്നുണ്ട്. മക്കളെ ഈ ഭാഗത്ത് എനിക്ക് പറയാൻ തോന്നിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കഥകളിയിലെ എന്താണ് സമ്പ്രദായങ്ങൾ. കഥകളിയിൽ 4 സമ്പ്രദായങ്ങളുണ്ട്. 1 വെട്ടത്ത് സമ്പ്രദായം, 2 കല്ലടിക്കോടൻ സമ്പ്രദായം, 3 കപ്ലിംഗ് ആടൻ സമ്പ്രദായം, 4 കല്ലുവഴി സമ്പ്രദായം അല്ലെങ്കിൽ കല്ലുവഴിച്ചിട്ട സമ്പ്രദായം. ഇവയൊക്കെ തന്നെ കഥകളിയുമായി ബന്ധപ്പെടുന്ന സമ്പ്രദായങ്ങളാണ്. സമ്പ്രദായങ്ങൾ എന്ന് പറയുമ്പോൾ രീതികൾ എന്ന് പറയും. രീതി. ഇവിടെ ഒരു കുഞ്ഞു ചോദ്യം പറഞ്ഞു തരട്ടെ. കഥകളിയിൽ സമ്പ്രദായങ്ങൾ എന്ന് പറയും എങ്കിൽ കഥക്കിലോ? കഥക്ക്, ബിർജു മഹാരാജക്കുള്ള കഥക്ക്, കഥക്കിൽ ഘരാനകൾ എന്ന് പറയും. ഘരാന. അവിടുത്തെ സമ്പ്രദായങ്ങളെ ഘരാനകൾ എന്ന് വിളിക്കുന്നു. സെറ്റലട. എന്തുമാത്രം നല്ല ചോദ്യങ്ങൾ കിട്ടി. കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാ? പച്ച, കത്തി, കരി, താടി, മിനുക്ക് അല്ലെ. കഥകളിയിലെ ഹസ്തമുദ്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക. ദീപിക എഴുതിയത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. സെറ്റല്ലേ? ഇപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, മോഹിനിയാട്ടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കൃതി ഏതാണ്? അത് മഴമംഗലം നാരായണ നമ്പൂതിരിയുടെ വ്യവഹാരമാലയാണ്. മഴമംഗലം നാരായണ നമ്പൂതിരിയുടെ ഏതാണ്? വ്യവഹാരമാല. ഒന്നുകൂടെ, വ്യവഹാരമാല. ഏതാണ് വ്യവഹാരമാല? വ്യവഹാരമാല വരുന്നത് വ്യവഹാരമാല അല്ലെ. വ്യവഹാരമാല വരുന്ന എവിടെയാണ്? മോഹിനിയാട്ടം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എങ്കിൽ നാട്യകൽപദ്രുമം. നാട്യകൽപദ്രുമം. ദ്രുമം ദ്രുമം അത് ഗുരു മാണി മാധവ ചാക്യാർ. ഗുരു മാണി മാധവ ചാക്യാർ. മാണി മാധവ ചാക്യാർ. ഓക്കെ അല്ലേ? അപ്പൊ ഈ കൃതികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഈ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട കൃതികളൊക്കെ തന്നെ PS ഇപ്പോ വളരെ കാര്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം 54/2025 വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ഓപ്ഷനിൽ മുഹമ്മദ് അജ്മൽ ഉണ്ട്, ഷൈനി വിൽസൺ ഉണ്ട്, അഞ്ജു ബോബി ജോർജ് ഉണ്ട്, PT ഉഷ ഉണ്ട്. നമുക്ക് ഒരു സംശയവും വേണ്ട, അത് PT ഉഷയാണ്. PT ഉഷ അല്ലെ. PT ഉഷ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പയ്യോളി എക്സ്പ്രസ്. ഇനി ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് പുള്ളിക്കാരി തന്നെയാണ്. ഗോൾഡൻ ഗേൾ. ഗോൾഡൻ ഗേൾ. ഓക്കെ അല്ലെ? ഇനി ഇന്ത്യൻ മൈതാനങ്ങളുടെയും ട്രാക്കുകളുടെയും റാണി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? PT ഉഷയാണ്. ഇന്ത്യൻ മൈതാനങ്ങളുടെയും ട്രാക്കുകളുടെ റാണി എന്നറിയപ്പെടുന്നതും പുള്ളിക്കാരി തന്നെയാണ്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലെ? എങ്കിൽ മാഗ്നിഫിസൻ മേരി എന്നറിയപ്പെടുന്നത് മേരി കോം ആണ്. മേരി കോം. ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നത് സൈന നേവാൾ ആണ്. ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നത് സൈന നേവാൾ.
ഇന്ത്യൻ ടെന്നീസിന്റെ ക്യൂൻ അല്ലെങ്കിൽ ക്യൂൻ ഓഫ് ഇന്ത്യൻ ടെന്നീസ് അല്ലെ, ഇന്ത്യൻ ടെന്നീസിന്റെ റാണി എന്നറിയപ്പെട്ടിരുന്നത് അത് സാനിയ മിർസയാണ്. സാനിയ മിർസ സെറ്റലട. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് താരങ്ങൾ, അതായത് എന്താണ് പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന നദിയ കൊമനേച്ചി പ്രീവിയസ് ആണ്. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന നദിയ കൊമനേച്ചി പ്രീവിയസ് ആണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പുരുഷ താരങ്ങൾക്കും ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്. എക്സ്പെഷ്യലി കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ കൊടുത്തു കാണുന്നത് ക്രിക്കറ്റ് താരങ്ങൾക്കാണ്. ക്രിക്കറ്റ് താരങ്ങൾക്ക് ഓക്കെ അല്ലേ? എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ഇതിലൊന്നും പെടാത്ത ഒരു ഭാഗം പറയുന്നു. കാരണം വിശേഷണങ്ങളൊക്കെ തന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവിടെ നോക്കുക. ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്. ചോദ്യം, ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്ന ആരാണ്? ചോദ്യം ഒന്നുകൂടെ, ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് അതാണ് ശ്രീനിവാസ ഗൗഡ. ആരാണ്? ശ്രീനിവാസ ഗൗഡ. ഓക്കെ അല്ലടാ? ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനിവാസ ഗൗഡ. ശ്രീനിവാസ ഗൗഡ എന്ന് പറയുന്ന പഴയൊരു കമ്പ ഓട്ടക്കാരൻ, ഓർമ്മയുണ്ടോ? കമ്പ ഓട്ടക്കാരൻ, അതായത് ഈ കാളകൂട്ടില് വളരെ വേഗത്തിൽ ഓടുകയും അദ്ദേഹം ഉസൈൻ ബോൾട്ടിനേക്കാൾ വേഗത്തിൽ ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയൊക്കെ ആയിരുന്ന ഒരു സംഭവം ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഓർക്കുന്നില്ലടാ? അത് തന്നെയാണ് കക്ഷി. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്പോർട്സ് ഇമ്പോർട്ടന്റ് ആണ്. ദയവേത് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന സ്പോർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് നോക്കി വെക്കാം. ഈ അടുത്ത PSC സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ദിനീന്നായിപ്പോ അല്ലെ? ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ 50 സെഞ്ചുറി, അതായത് 50 സെഞ്ചുറികൾ നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരായിരുന്നു എന്നുള്ളത്. അപ്പൊ പലരും സച്ചിന്റെ പേര് എഴുതുക. സച്ചിൻ അല്ല, അത് വിരാട് കോഹ്ലിയാണ്. നമ്മൾ ചിക്കുബായ് എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി. സെറ്റ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. എങ്കിൽ ചോദ്യം ഇതാണ്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികനിക്കു നീ. ഓക്കേടാ? നമ്മുടെ ഒരിക്കൽ ഈ ഒരു കാലഘട്ടത്തിന്റെ ദുഷിപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാ അല്ലെ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ എന്ന് പറയുമ്പോ എന്താണ്? ജലം അല്ലെ? ജലം. നാവ് വരണ്ടഹോ, ഭീതി വേണ്ട തരികനിക്ക് നീ. അല്ലെ? ഞാൻ ജാതി ചോദിക്കുന്നില്ല, എനിക്ക് ദാഹിക്കുന്നു, നീ എനിക്ക് വെള്ളം മാത്രം തരിക എന്നുള്ളതാണ് അല്ലെ? സത്യത്തിൽ ഇന്ന് ജാതി ചോദിച്ചിട്ട് എന്തും ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് വീണ്ടും നമ്മൾ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ മക്കളെ, മനുഷ്യനായി കാണാൻ പറ്റണല്ലോ? മനുഷ്യനെ കാണാൻ പറ്റില്ല. മനുഷ്യന്റെ ഉള്ളില് ഈ പറയുന്ന മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുന്നൊരു പക്വത ഇല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരിക്കലും ഈശ്വരൻ ഉണ്ടാവില്ല അല്ലെ? അത്രേ ഉള്ളൂ. അതിനെ ഓർത്ത് വെക്കുക. ഈ പറയുമ്പോൾ ഇനിയിപ്പോ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ അതൊന്നുമല്ല, സഹജീവിയെ കാണാൻ പറ്റണം അല്ലെ? അല്ലാതെ അവിടെ ജാതി ചിന്ത വേദങ്ങളൊന്നും വേണ്ട അല്ലെ? അവിടെ സ്ത്രീ പുരുഷൻ എന്ന ഒരു തിരിവ് തന്നെ ധാരാളമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു തിരിവിന്റെ ആവശ്യമൊന്നും ഇല്ലടോ അല്ലെ? ഇങ്ങളെ കുത്തിയാലും വരുന്നത് ചോര തന്നെയാന്ന് പണ്ട് പാടിയത് ഓർമ്മയില്ലേ? ഇതിന്റെ കഥ. അപ്പൊ വീണ്ടും ഇത് ആരുടെ വാക്കുകളാണെന്നാണ് നമ്മൾ സ്കൂളിൽ പണ്ടേ പഠിച്ച വരി അല്ലെ? അതായത് ഒരു പെൺകുട്ടിയോട് ജലം ചോദിക്കുന്നത്, അവിടെ ദിവാകരൻ നളിനിയോടെന്ന് പറയുന്നുണ്ട്. കൃതി ഏതാണ്? നളിനിയാണ്? അല്ല അല്ലെ? നളിനിയോടല്ല. ഇനി മദനൻ ലീലയോടാണോ? അല്ല. കൃതി ഏതാ? ലീല. ചാത്തൻ സാവിത്രിയോടാണോ? അല്ല. കാരണം അത് കൃതി ഏതാ? ദുരവസ്ഥ എന്നായി പോയി അല്ലെ? ശരി, ദുരവസ്ഥ അല്ലെ? അപ്പൊ പിന്നെ മിച്ചമുള്ളത് ആനന്ദനും മാതങ്കിയും. എനിക്കറിയാം നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ദുരവസ്ഥ അല്ലെ? ആനന്ദനും മാതങ്കിയും കറക്റ്റ് ആണ്. ആനന്ദനും മാതങ്കിയും കൃതി ചണ്ടാല ഭിക്ഷുകി അല്ലെ? ചണ്ടാല ഭിക്ഷുകി. ഓക്കെ അല്ലെ? ചണ്ടാല ഭിക്ഷുകി നമുക്കറിയാം. ഇത് എഴുതിയത് ആരാണ്? കുമാരനാശാനാണ്. ആശാൻ. നമ്മൾ ആശാനെ വിളിക്കുന്നത് ആശയ ഗംഭീരൻ എന്നാണ്. സ്നേഹഗായകൻ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ എന്റെ 2ാമത്തെ ക്ലാസ്സിൽ എപ്പോഴും തരുന്ന ഒന്നാണ് ആശാനെ കുറിച്ചുള്ള പോയിന്റ്സ്. കാരണം ആശാനെ കുറിച്ച് സ്ഥിരമായി PSC ചോദിക്കാറുണ്ട്. കുമാരനാശാൻ ജനിച്ചത് 1873 തിരുവനന്തപുരം ജില്ലയിൽ കായിക്കരയിലാണ്. കായിക്കര തിരുവനന്തപുരത്താണ്. ഓക്കെ അല്ലെ? ഇനി ആശാൻ മരണപ്പെട്ടത് 1924 റെഡീമർ ബോട്ട് അപകടം. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലെ? ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു ആശാൻ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം. ശുക്രനക്ഷത്രം.
എന്തായി വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്തിനാ അദ്ദേഹത്തെ വിളിച്ചത്, അല്ലെങ്കിൽ ആരാ വിളിച്ചത്? ജോസ് മുണ്ടശ്ശേരി. ജോസ് മുണ്ടശ്ശേരി നവോത്ഥാനത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്നു. നവോത്ഥാനത്തിന്റെ കവി അതാരായിരുന്നു? തായട്ട് ശങ്കരൻ. നവോത്ഥാനത്തിന്റെ കവി എന്ന് ആശാനെ വിളിച്ചതാരാണ്? തായട്ട് ശങ്കരൻ അല്ലെ. ആശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമായിരുന്നു വീണപൂവ്. വീണപൂവ് എഴുതിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ ജൈനിമേട് വെച്ചിട്ട്, പാലക്കാട് ജില്ലയിലെ ജൈനിമേട് വെച്ചിട്ട്, ഒന്നുകൂടെ പാലക്കാട് ജില്ലയിലെ ജൈനിമേട് വെച്ചിട്ട്. എങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മലബാർ കലാപം പ്രമേയമായ കുമാരനാശാന്റെ കൃതി ഏതാ? ദുരവസ്ഥ. ഒന്നുകൂടെ മലബാർ കലാപം പ്രമേയമായ കുമാരനാശാന്റെ കൃതി ഏതാ? ദുരവസ്ഥ. ഒന്നുകൂടെ മലബാർ കലാപം പ്രമേയമായ കുമാരനാശാന്റെ കൃതി ഏതാ? ദുരവസ്ഥ. ദുരവസ്ഥ. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ഈ ചോദ്യം അത്രമേൽ പ്രധാനവുമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ആശാൻ എഴുതിയ കൃതികളിൽ ഒരു കൃതിയുണ്ട്, അതിൽ സീതയാണ് കഥാപാത്രം. സീത കഥാപാത്രമായ ആശാന്റെ കൃതി ഏതാ? ചിന്താവിഷ്ടയായ സീത. സീത കഥാപാത്രമായ ആശാന്റെ കൃതി ഏതാ? ചിന്താവിഷ്ടയായ സീത. അങ്ങനെയാണെങ്കിൽ കുമാരനാശാന്റെ അവസാനത്തെ ഖണ്ഡകാവ്യം ഏതാണ്? കരുണയാണ്. കരുണയിലെ കഥാപാത്രങ്ങളെ കൂടെ ഒന്ന് പറഞ്ഞു പോയാലോ നമുക്ക്? കരുണയിലെ കഥാപാത്രങ്ങളാണ് വാസവദത്ത, ഉപഗുപ്തൻ. ഇവരാണ് ഇവിടെ കരുണയിൽ അല്ലെ. അപ്പോ ഇത്രയും എങ്കിലും നമ്മൾ പഠിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സേഫ് ആണ് നമുക്ക്? ഓൾമോസ്റ്റ് ഈ പറയുന്ന എന്താണ് ആശാനെ കുറിച്ചുള്ള കാര്യങ്ങൾ സെറ്റാ. ആശാന്റെ കവിതകളെ ആയിട്ടുള്ളൂ അല്ലെ. അതിൽ തന്നെ ഒരുപാട് വരികൾ ഇനിയുമുണ്ട് നമുക്ക് പറയാൻ. ഒരുപാട് വരികൾ ഇനിയുമുണ്ട്. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമികൃത സത്യമേകമാം ആശാന്റെ വരിയാണ് അല്ലെ. അതുപോലെ ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സിൽ പറയുന്ന ഒരു വരിയുണ്ട്, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അവലേ വിവേകികൾ. ആശാന്റേതാണ്. സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ആശാന്റേതാണ്. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. ആശാന്റേതാണ്. അപ്പോ ഇവയൊക്കെ തന്നെ നിങ്ങൾ ആശാനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. കുമാരൻ ആശാനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ. അവിടെ ആശാൻ ഉള്ളൂർ വള്ളത്തോളാണ് കവിത്രയം. ആശാൻ എന്ത് ചെയ്തു? ഖണ്ഡകാവ്യം എഴുതിയിട്ടുള്ളൂ. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ കവിയാണ് കുമാരനാശാൻ. എന്നാൽ ഉള്ളൂർ മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ഉമാകേരളം എന്നാണ്. ഉമാകേരളം എന്ന വേട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഉമയുടെ കേരളം. മക്കളെ, ഉമ എന്ന് പറയുമ്പോൾ ആര്? ഉമയമ്മ റാണി. അപ്പൊ എന്തിന്റെ ചരിത്രം? തിരുവിതാംകൂറിന്റെ ചരിത്രം. ഓക്കെ അല്ലെ. ഇനി വള്ളത്തോള് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന, കേരള ടാഗോർ എന്നറിയപ്പെടുന്ന, കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്ന അല്ലെ, മലയാളത്തിന്റെ സ്വന്തം ശബ്ദസുന്ദരനായ വള്ളത്തോള്. ആ വള്ളത്തോള് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് ചിത്രയോഗം. സാഹിത്യമഞ്ജരി എന്നത് അദ്ദേഹം ദേശഭക്തി ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന കവിതകളെന്നാണ് സാഹിത്യമഞ്ജരി. അതും അതിന്റെ 4-ാം ഭാഗം. ക്ലിയർ അല്ലേ? അപ്പോ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ നമുക്ക് ഓർത്തു വെക്കുക. ഇതിൽ വള്ളത്തോൾ ജനിച്ചത് 1878 ഒക്ടോബർ 16-ന്. 1878 ഒക്ടോബർ 16. ഈ ഒക്ടോബർ 16 അല്ലേടാ നമ്മുടെ കഥകളി ദിനം. ഒക്ടോബർ 16-ലെ കഥകളി ദിനം. സെറ്റല്ലടാ, പഠിച്ചു വെച്ചൂടെ? ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഠിച്ചേ പറ്റൂ. ഇനി ഈ ചോദ്യം ലേശം പഴയതാണ്, പക്ഷെ കുഴപ്പമില്ല. ചോദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. 244/2023 ചോദ്യമാണ്. കൂട്ടത്തിൽ ലേശം പഴയൊരു ചോദ്യമാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ചോദ്യം കൊള്ളാം, അതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. നോക്കിയേ, മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്ര ആവിഷ്കാരവും ചുവടെ ചേർത്തിരിക്കുന്നു അല്ലെ. അതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. പള്ളിവാളം കാൽച്ചിലമ്പം കറക്റ്റ് ആണ്. പള്ളിവാളം കാൽച്ചിലമ്പം ഏത് തന്നെയാണ്? നിർമാല്യമാണ്. ഭാസ്കര പട്ടേലും എന്റെ ജീവിതവും, വിധേയൻ കറക്റ്റ് ആണ്. നീല വെളിച്ചം, ഭാർഗവി നിലയം, അതും കറക്റ്റ് ആണ്. വിവാഹം പരിണയമല്ല അല്ലെ. നോക്കിയേ, ഇവിടെ ഏറ്റവും പ്രധാനം അതാണ്. വിധേയൻ അല്ലെ, വിധേയൻ സംവിധാനം ചെയ്തിരിക്കുന്നത് അല്ലെ. ഇവിടെ ഉത്തരം വരുന്ന ഏതാണ്? 1, 2, 3 ശരി. 1, 2, 3 ശരി. അപ്പൊ ആദ്യത്തെ ശരി അല്ലെ. ഇതിൽ നിർമാല്യം അല്ലെങ്കിൽ പള്ളിവാളം കാൽച്ചിലമ്പം ആരുടെയാണത്? MG-യുടേതാണ്. MD-ക്ക് മികച്ച സംവിധാനമുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ആദ്യ ചിത്രമാണ് നിർമാല്യം. ഓക്കെ അല്ലടാ. MD വാസുദേവൻ നായർ. ഇനി ഭാസ്കര പട്ടേലും എന്റെ ജീവിതവും സക്കറിയയുടേതാണ്. സക്കറിയ അല്ലെ. ഭാസ്കര പട്ടേലും എന്റെ ജീവിതം. വിധേയൻ നമ്മുടെ മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രങ്ങൾ ഒന്നുകൂടിയാണ്. സത്യത്തിൽ ഈ അടുത്ത് ഉർവശി ചേച്ചി പറഞ്ഞതുപോലെ മമ്മൂക്ക ഒരു വേഷം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ മമ്മൂക്കനെ കാണാൻ പറ്റില്ല. ആ കഥാപാത്രത്തെ കാണത്തുള്ളൂ അല്ലെ. സത്യത്തിൽ അത് തന്നെയാണ് രണ്ടുപേരുടെയും പ്രത്യേകത. മമ്മൂക്ക ഒരു കഥാപാത്രം കൊടുക്കുമ്പോൾ ആ കഥാപാത്രമായിട്ട് മാറുന്നു. എന്നാൽ ലാലേട്ടൻ ആ കഥാപാത്രത്തെ തന്നിലേക്ക് കൊണ്ടുവന്ന് താനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ രണ്ടുപേരും മികച്ച അഭിനേതാക്കളാണ്.
അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു തർക്കമില്ലാത്തൊരു കാര്യവുമാണ് അല്ലെ. ഇനി നീല വെളിച്ചം. നീല വെളിച്ചം നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ്. ബഷീറിന്റേതാണ് നീല വെളിച്ചം. ആ നീല വെളിച്ചമാണ് എന്തായി വന്നത്? ബഷീർ. നീല വെളിച്ചമാണ് ഭാർഗവീ നിലയം എന്ന ഹൊറർ ചിത്രമായിട്ട് വന്നത് അല്ലെ. ഡയസറയൊക്കെ കണ്ട ആൾക്കാർക്ക് ഇതൊരു വിഷയമല്ല അല്ലെ. ശരി, അപ്പോ ഭാർഗവീ നിലയം ഇതിൽ നിന്ന് വന്നതാണ്. എന്നാൽ പരിണയം ഇതല്ല അല്ലെ. പരിണയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതല്ല. ക്ലിയർ അല്ലേ? അപ്പൊ കഥകളുമായി ബന്ധപ്പെട്ട് സിനിമകളുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു ചരിത്രം അറിയണം. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നു. സിനിമയുടെ ചരിത്രമൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഒരു ആദ്യത്തെ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ ആണ് എന്നുള്ളതാണ്. വിഗതകുമാരൻ. മക്കളെ നിങ്ങൾക്കറിയാം എന്ന് എനിക്കറിയാം, എങ്കിലും എനിക്ക് പറയണം. 1928 ആദ്യ ചിത്രം വരുന്നത്. ഇതാദ്യത്തെ നിശബ്ദ ചിത്രമാണ്. നിശബ്ദ ചിത്രം. വിഗതകുമാരൻ സംവിധാനം ചെയ്തിരിക്കുന്നത് JC ഡാനിയേൽ ആണ്. ആരാണ്? JC ഡാനിയേൽ. മലയാള സിനിമയുടെ പിതാവ് കൂടിയാണ് JC ഡാനിയേൽ അല്ലെ. എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം അത് ബാലനാണ്. ബാലൻ 1938 ചിത്രം പുറത്തിറങ്ങുന്നത്. നൊട്ടാണിയുടെ കീഴിൽ ബാലൻ. ഓക്കെ അല്ലെ. എന്റെ ചോദ്യം, നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ചില ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ഷാജി എൻ കരുൺ. ഷാജി എൻ കരുൺ. മക്കളെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു. ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു. നിലവിൽ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി. ഓക്കെ അല്ലെ. ഷാജി എൻ കരുൺ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചോണം, ചോദിക്കും. പത്മരാജൻ പഠിച്ചോണം. ജി അരവിന്ദൻ. അരവിന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് കാഞ്ചന സീത. കാഞ്ചന സീത അല്ലെ. കാഞ്ചന സീത എന്ന സിനിമ അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ തന്നെ കുമ്മാട്ടി. ഇതൊരു കുട്ടികളുടെ ചിത്രമാണ്. ആക്ച്വലി കുട്ടികളുടെ ചിത്രം. അതായത് 1975 UNO ശിശുവർഷമായിട്ട് പ്രഖ്യാപിച്ചു. എന്തായി പ്രഖ്യാപിച്ചു? ശിശുവർഷമായി പ്രഖ്യാപിക്കുന്നു. തൽഫലമായിട്ട് ഇദ്ദേഹം മലയാളത്തിലെടുത്ത കുട്ടികളുടെ ചിത്രമായിരുന്നു കുമ്മാട്ടി. ഇനി നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട്. കുമ്മാട്ടി എന്ന് പറയുന്നത് ഒരു കലാരൂപം കൂടെയാണ്. കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്. കുമ്മാട്ടി കളി പ്രധാനമായും നടക്കുന്നത് പാലക്കാട്, തൃശ്ശൂര് അല്ലെ, വയനാടിന്റെ ചില പ്രദേശങ്ങളൊക്കെയാണ്. കുമ്മാട്ടി കളിയിൽ 2 വാദ്യോപകരണങ്ങൾ പ്രധാനമായി ഉപയോഗിക്കും. ചിലപ്പോൾ ചെണ്ട ഉപയോഗിച്ച് കാണുന്നുണ്ട്. എന്നാൽ പ്രധാനമായും ഉള്ളതാണ് ഓണവില്ല്. വാദ്യോപകരണം ഏതാണ്? ഓണവില്ല്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ഞാൻ. PSC ഈ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മക്കളെ സിനിമ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെക്ഷൻ നമ്മൾ മുമ്പ് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ സിനിമയിൽ ഡീപ്പായിട്ട് പോകാത്തത്. പിന്നെ റിപ്പീറ്റേഷൻ ആയി പോകും. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്. ഞാൻ പറഞ്ഞു ഓണവില്ല് ഏതിലാണ്? അത് കുമ്മാട്ടിയിലാണ്. കുമ്മാട്ടി ഓക്കെ അല്ലെ. ഓണവില്ല് എവിടെ? കുമ്മാട്ടിയിൽ ഉപയോഗിക്കുന്നു. ഏഴുപറ പാവകളി. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ തോൽപ്പാവക്കൂത്ത്. ഓക്കെ അല്ലെ. തോൽപ്പാവക്കൂത്ത്, ഏഴുപറ. ഇനി ഓർത്തു വെക്കണം, ഏറ്റവും പ്രധാനമാണ് നമ്മൾ കൂടിയാട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ, മിഴാവ്. കൂടിയാട്ടം, കൂത്ത്. ഓക്കെ അല്ലെ. അപ്പൊ ഇതൊക്കെ തന്നെ PSC സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് കഴിയുന്നിടത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്തോണം. കഴിയുന്നിടത്തോളം ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചോണം. ഇവിടെ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് എന്തില്ല, ഒരു ഭാഗമില്ല. സ്കിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ചോദ്യമില്ല. ക്ലിയർ അല്ലടാ? ഈ ഒരു ഭാഗം മസ്റ്റ് ആണ്. ശ്രദ്ധയോടുകൂടെ പഠിച്ചു വെക്കുക. ഇനി 1-2 കുഞ്ഞു കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിച്ച ഞാൻ ഈ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ശ്രദ്ധിച്ച മക്കളെ, ഈ ഒരു എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ഓർത്തു വെക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് നവോത്ഥാനവുമായി അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് അക്കമ്മ ചെറിയാൻ എന്ന പേര്. അക്കമ്മ ചെറിയാൻ. മക്കളെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി. എങ്ങനെ അറിയപ്പെടുന്നു? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി. ജോവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള. 1938 രാജധാനി മാർച്ച്. 1937 രാജധാനി മാർച്ച് ഏതു മുതൽ ഏത് വരെയായിരുന്നു? തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. ഒന്നുകൂടെ, തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. ആർക്കെതിരെയായിരുന്നു? സർ CP ക്കെതിരെ. ഇതാണ് പോയിന്റ്. സർ CP ക്കെതിരെയാണ്. ആരുടെ കൊട്ടാരത്തിലേക്ക്? ചിത്തിര തിരുനാളിന്റെ കൊട്ടാരത്തിലേക്ക്. തിരുനാളിന്റെ
കൊട്ടാരത്തിലേക്ക്. ചിത്തിര തിരുനാളിന്റെ കൊട്ടാരത്തിലേക്ക്. ഓക്കെ അല്ലെ? ഏത് മുതൽ ഏത് വരെ? തമ്പാനു മുതൽ കവടിയാർ കൊട്ടാരം വരെ. ഈ അക്കമ്മച്ചെറിയന്റെ ആത്മകഥയാണ്. ആത്മകഥ ഏതാണ്? അവരുടെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട് 1114 കഥ. എങ്കിൽ അക്കമ്മച്ചെറിയന്റെ ആത്മകഥ ഏതാ? അറിയാമോ ആത്മകഥ ഏതാണ്? 2 ആത്മകഥ ഞാൻ പറഞ്ഞുതരാം. ജീവിതം ഒരു സമരവും സമരം തന്നെ ജീവിതവും. ജീവിതം ഒരു സമരം, അതാണ് അക്കമ്മച്ചെറിയന്റേത് അല്ലെ? ജീവിതം ഒരു സമരം. എങ്കിൽ സമരം തന്നെ ജീവിതം ആരുടെയാണ്? അച്യുതാനന്ദന്റേതാണ്. സമരം തന്നെ ജീവിതം ആരുടെയാണ്? അച്യുതാനന്ദന്റേതാണ്. അപ്പോ ഇത് എന്താണ് അക്കമ്മച്ചെറിയനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. അത് വളരെ പ്രധാനമാണ്. ഇനി അതേപോലെ തന്നെ അന്നാച്ചാണ്ടി പ്രധാനമാണ്. കാരണം നമുക്ക് ഈ വരുന്ന പരീക്ഷകളിലൊക്കെ പ്രതീക്ഷിക്കേണ്ട പേരുകൾ ഒന്നാണ് അന്നാച്ചാണ്ടി. അന്നാച്ചാണ്ടി. ഓക്കെ അല്ലെ? അന്നാച്ചാണ്ടി ഒന്നാം തലമുറ ഫെമിനിസ്റ്റ്. ഒന്നാം തലമുറ ഫെമിനിസ്റ്റ്. ഫെമിനിസ്റ്റ്. ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? അന്നാച്ചാണ്ടിയാണ്. കേരളത്തിലെ കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ആദ്യ വനിതാ ജഡ്ജി. ആദ്യ വനിതാ ജഡ്ജി. ഓക്കെ അല്ലെ? കേരളത്തില്, ഇന്ത്യയില്, കോമൺവെൽത്ത് രാജ്യങ്ങളില്. ശ്രീമതി എന്ന മാസിക സ്ഥാപിച്ചു. ശ്രീമതി എന്ന മാസിക സ്ഥാപിച്ചു. ആത്മകഥ എന്ന ആത്മകഥ എഴുതി. ആത്മകഥ എന്ന ആത്മകഥ എഴുതി. ഒന്നൂടെ, ശ്രീമതി എന്ന മാസിക സ്ഥാപിച്ചു. ആത്മകഥ എന്ന ആത്മകഥ എഴുതി. മക്കളെ ഇതുപോലെ ബാക്കി എല്ലാ നവോത്ഥാന നായികമാരെ കുറിച്ചുള്ള പഠനം നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവണം. ഓക്കെ അല്ലെ? അപ്പോ വീണ്ടും ഞാൻ ആ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ഭാഗം കഴിയുന്നിടത്തോളം നന്നായി പഠിക്കുക. ഈ ഭാഗത്ത് ഒരു ചോദ്യങ്ങളും സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലെ? പൂർണ്ണമായ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയട്ടെ. സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ചോദ്യപേപ്പർ നന്നായി വായിച്ച് സന്തോഷത്തോടുകൂടെ അല്ലെ, സംയമനത്തോടുകൂടെ സന്തോഷത്തോടെ എക്സാം എഴുതുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.